സദ്ഗുരുവി ശരണം. ഞാൻ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി എം സതികുമാർ. എൻ്റെ കൂടെയുള്ളത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട്. ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, പരമ്പരയിലെ ഒരുപാട് പേർക്ക് പല പല സംശയങ്ങൾ നിലനിൽക്കുന്നു. ആ സംശയങ്ങൾ പലതും എനിക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ചന്ദ്രബാബു പറയുന്ന അത്രയും വ്യക്തമായി പറയാൻ കഴിയാത്തത് കാരണം ഞങ്ങളൊരു ഇന്റർവ്യൂവിൽ കൂടെ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പരമ്പരയെ ധരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ജന്മഗൃഹ കേസുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ നമ്മുടെ പരമ്പരയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് ചന്ദ്രബാബുവിൻ്റെ അച്ഛനും ഈ കേസ് കൊടുത്തത് അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നാണ് പലരും പറയുന്നത്. അതേക്കുറിച്ച് ചന്ദ്രബാബുവിന് എന്താണ് പറയാനുള്ളത്? അതേക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് നമ്മളുടെ ആൾക്കാരിടക്കും വിശ്വാസ സമൂഹത്തിനിടക്കും പരമ്പരക്കകത്തും പുറത്തുള്ള ആൾക്കാരിടക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ അവരൊരിടത്ത് തിരികൊടുത്തി വിടും. അതിങ്ങനെ നമ്മുടെ ആൾക്കാർ അത് വിശ്വസിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ പറഞ്ഞു കിടക്കുകയാണ്. ഇപ്പം ഇങ്ങനെ അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ 25 വർഷം കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഇതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പർണശാല പൊളിച്ചപ്പോൾ നമുക്കാർക്കും അത് മനസ്സിലായില്ല ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു 10-20 വർഷക്കാലം കൊണ്ട് നമ്മുടെ പരമ്പരയിലെ അപജയവും ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങളും ഗുരുവിൻ്റെ പരമ്പരയെ അമൃതാചന്യ ഗുരുരത്നസ്വാമി എന്ന് പറയുന്നവർ നശിപ്പിക്കുന്നത് കണ്ട് അതിൽ വിഷമസന്ധിയിലിരുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ ഒരു അപജയത്തെ തിരുത്താൻ വേണ്ടി. അപ്പം അന്നൊന്നും ഒരു വിശ്വാസ സമൂഹത്തിന് ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലായില്ല. പക്ഷേ 2017-16 ഞാൻ DGPക്ക് ഒരു പരാതി കൊടുക്കുകയും ആ പരാതി പുറത്ത് എനിക്കെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. ആ കേസിൻ്റെ നിജസ്ഥിതി 1 by 1 ആയിട്ട് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇതിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോഴാണ് 2017 കഴിഞ്ഞ് 2019 ആയപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പേരിലൊരു 3-4-5 കേസുകൾ വന്ന്. പക്ഷേ 2019 വന്നപ്പോൾ ഈ പർണശാല വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ അമൃതാചന്യ ഗുരുസ്വാമി പിടിച്ചു. കോടിക്കണക്കിന് എന്താ പറയുക രൂപയുടെ കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ, ഏകദേശം 1000 കിലോ സ്വർണ്ണത്തോളം അതും പിരിച്ചു. അപ്പം അങ്ങനെ അതിനൊരു വരുമാനം അല്ലെങ്കിൽ ഒരു കറവപ്പശുവായി കണ്ട് പിരിച്ചു ഒരു ബിൽഡിങ്, ചെറിയ തുച്ഛമായ പൈസക്ക് ഒരു താമര പർണശാല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ഈ പണം വരാനുള്ള വരവ് നിന്നപ്പോൾ ഇവർ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിച്ചുകൊണ്ട് ഈ ഒരു ജന്മഗൃഹ സമുച്ചയം നിർമ്മിക്കാമെന്നുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഈ ചതി മനസ്സിലാക്കി ഒരുപാട് വിശ്വാസികൾ എന്നെ സമീപിച്ചു. എന്നോട് പറഞ്ഞ് അതിനെന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ, ഗുരുവിൻ്റെ പർണശാലയെ നമുക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ ഈ ജന്മഗൃഹം കൂടി ഗുരു ഒരിക്കലും നഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഗുരുവിൻ്റെ തനിമ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ മഹത്വം നിലനിൽക്കുന്ന സ്ഥലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാനെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഗുരുവിൻ്റെ നിശ്ചയം, നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉഷാമേനെ പോലെയുള്ള ആൾക്കാർ, ഉഷാമേനെ പോലെയുള്ള ആൾക്കാരും ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ, എല്ലാവരെയും പേര് കുഞ്ഞിക്കണ്ണ സാറുണ്ട്, ഗോപാലൻ സാറുണ്ട്, നമ്മുടെ അയത്തിൻ്റെ അമ്മയുണ്ട്, അങ്ങനെ ഒട്ടനവധി ജയര സാർ എന്ന് പറയുന്ന സാറുണ്ട്, അങ്ങനെ പിന്നെ ഈ കുഞ്ഞിക്കണ്ണ സാറിൻ്റെ അനിയൻ ബാലൻ പൂവള്ളിയുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതിലേക്ക് പണം തരാം ഇത് നടത്താൻ വേണ്ടി എന്നുള്ള രീതി വന്നപ്പോൾ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നുള്ള ഞാൻ അതിനെനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഈ എൻ്റെ ഒരു അപ്പച്ചിയുടെ ഒരു ഷെയർ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഗുരുവിന് എഴുതി കൊടുത്താണല്ലോ. ഇപ്പോഴും ഗുരുവിൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിലും ആശ്രമത്തിന് നമ്മളവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ചോദിച്ചോളൂ. ആശ്രമത്തിന് എഴുതി കൊടുത്തെന്ന് പറയുമ്പോൾ സാധാരണ ആശ്രമത്തിന് എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞിട്ടുള്ളത് ജനറൽ സെക്രട്ടറിയുടെ പേരിലാണല്ലോ സാധാരണ എല്ലാം എഴുതി കൊടുക്കാറ്. അപ്പോ ഗുരു പ്രത്യേകിച്ച് പറഞ്ഞിരുന്നോ? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അങ്ങനെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഗുരു നമ്മൾ അപ്പൂപ്പൻ്റെ 41-ന് എന്നുവെച്ചാൽ അപ്പൂപ്പൻ മരിച്ചതിൻ്റെ 41 നമ്മുടെ ഒരു ചടങ്ങുണ്ടല്ലോ, 41-ന്റെ ഒരു
പിന്നെ ഗുരുപൂജ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛനും പിന്നെ അച്ഛൻ്റെ അനിയന്മാരും ചേട്ടന്മാരും പിന്നെ കുടുംബാംഗങ്ങളെല്ലാമാണ് വന്നത്. ഗുരുവിൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെ മക്കളും എല്ലാവരും കൂടി വരാനാണ് പറഞ്ഞത്. വിശ്വാസത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാവരും കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഗുരു പറഞ്ഞ് എനിക്ക് ഞാൻ ജനിച്ച ജന്മഗൃഹവും ആ 10 സെൻറ്റ് സ്ഥലവും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് വരെ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഇത് എഴുതണമെന്ന്. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്വാമി പറഞ്ഞ് ഗുരു ഇത് പറഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകണമല്ലോ. അപ്പം അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതെല്ലാ വസ്തുക്കളും ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം 1995 പിന്നെ ഇവരൊരു പ്രമാണം എഴുതി കൊണ്ടുവന്നു. നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് നമ്മളിത് ഒപ്പിട്ട് കൊടുക്കുകയും ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി. എന്നിട്ട് ഈ പ്രമാണം ഗുരുവിന് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുടുംബസമേതം വരികയും വന്ന് ഗുരുവിന് സമർപ്പിച്ചപ്പോൾ ഗുരു ചോദിച്ചു എഴുതിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ചോദിച്ചത്. അപ്പോൾ എഴുതിയെന്ന് പറഞ്ഞ് നമ്മുടെ വലിയച്ഛനാണ്, അമ്മമ്മയുണ്ട്, വലിയച്ഛനൊക്കെ കൂടിയാണ് കാർന്നൂർ സ്ഥാനത്തേക്കുള്ള വലിയച്ഛനാണ്, രാജൻ ചിറ്റേക്കാട്. അപ്പോൾ എല്ലാവരും കൂടി ഗുരുവിന് സമർപ്പിച്ചു. ഘട്ടത്തിൽ വെച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു എടുത്ത് അത് വായിക്കാൻ പറഞ്ഞപ്പോൾ ഇത് ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഗുരു നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടു. മനസ്സിലായോ? കാരണം ഗുരു അന്ന് പറഞ്ഞ വെച്ചാൽ നമ്മൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഇത് ഗുരുവും സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് ഇത് വായിച്ച് ഇത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞ് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ പേരിൽ എഴുതരാനല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. മനസ്സിലായി? നമുക്കിത് അറിയില്ലല്ലോ. എന്നുവെച്ചാൽ ഒന്നാമത് ഞാനൊക്കെ ചെറുതാണ്. ഞാനൊക്കെ എത്രയാണ് 90ൻ്റെ അടുപ്പിച്ചുള്ളൊരു കാലഘട്ടമാണ്. 90-92 കാലഘട്ടത്തിന് അടുപ്പിച്ചാണ് ഈ അപ്പൂപ്പൻ്റെ മരണം. അത് കഴിഞ്ഞ് 95-ലാണ് ഇത്. അപ്പം നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇത് ആരുടെ പേരിൽ എഴുതണമെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഗുരുവിന് കൊടുക്കാൻ പറഞ്ഞത് ഇപ്പം ആശ്രമത്തിൽ കൊടുത്താലും ജനറൽ സെക്രട്ടറിക്ക് കൊടുത്താലും ഗുരുവിൻ്റെ പേരിൽ എഴുതിയാലും നമുക്കെല്ലാം സമമാണെന്ന്. ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പം ഗുരു പക്ഷേ ഇങ്ങനെ അത് തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ അറിവ് വെച്ചിട്ടായിരിക്കുമല്ലോ അത് ചെയ്തത്. ജനറൽ സെക്രട്ടറിയുടെ പേരിൽ എഴുതണമെങ്കിൽ അവിടുന്ന് ആശ്രമത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ നമ്മൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള അറിവില്ലാതെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞിട്ടും ഗുരുവിൻ്റെ അടുത്ത് കയറി ചോദിക്കണമായിരുന്നു എൻ്റെ അച്ഛനും വല്യച്ഛനും എൻ്റെ കുടുംബാംഗങ്ങളും. നമ്മളൊക്കെ ചെറുതല്ലേ, നമുക്ക് അതിനെക്കുറിച്ചും വലിയ ഗ്രാഹ്യമില്ല. അങ്ങനെ ചോദിക്കാതെ വന്നൊരു അബദ്ധമോ അല്ലെങ്കിൽ ഗുരുവായിട്ട് വരുത്തിയ ഒരു അബദ്ധമോ ആയിരിക്കും എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് ആ കേസിൻ്റെ ഒരു ട്വിസ്റ്റ് വന്നേക്കണം അവിടെ. അപ്പോൾ 95-ൽ നമ്മളിത് എഴുതി കൊടുത്ത് അപ്പോൾ ഗുരു നമ്മളെ ദേഷ്യപ്പെട്ട് പുറത്തേക്കാക്കി. അപ്പോൾ നമുക്ക് ആയ ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ വിഷമിച്ച് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ഗുരു നമ്മളെ തിരിച്ചു വിളിച്ച് റൂമിലേക്ക് വിളിച്ചിട്ട് മിഠായി പ്രസാദമൊക്കെ തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇത് അറിവില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ എൻ്റെ പേരിൽ എഴുതരണ്ട, ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾ എൻ്റെ പേരിൽ നേരിട്ട് എഴുതരേണ്ട കാര്യമാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചെഴുതിയിട്ട് എൻ്റെ പേരിൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞു. നമുക്ക് അന്ന് മനസ്സിലായില്ല അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് ഇത് 96-ൽ എൻ്റെ വല്യച്ഛനാണെന്ന് അപ്പോൾ മരിച്ചിട്ട് വല്യച്ഛനാണ് കാരണവസ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ വല്യച്ഛൻ്റെ പേരിലേക്ക് ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി 96-ൽ എഴുതി കൊടുത്തു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 97-ൽ വല്യച്ഛൻ ഗുരുവിൻ്റെ പേരിലേക്ക് എഴുതി പോകും. അപ്പോൾ ആദ്യം എന്ത് പ്രോസസ്സിലാണോ ഇത് ചെയ്തത് അതുപോലെ തന്നെയാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും ഈ പ്രോപ്പർട്ടി ആശ്രമത്തിൻ്റെ പേരിലല്ല, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേരിലല്ല കിടക്കുന്നത്, ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിലാണ്. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ എല്ലാവിധ അധികാരവും അവകാശവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ വസ്തുവകകളിൽ ആവശ്യമോ താല്പര്യമോ ഇല്ല. കാരണം ഗുരുവിനെ സമർപ്പിച്ചതാണ്. പക്ഷെ നമ്മൾക്കുള്ള അധികാരത്തെ ആർക്കും നിഷേധിക്കാനും പറ്റില്ല, അവകാശത്തെ നിഷേധിക്കാൻ പറ്റില്ല. നമുക്കത് തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമ്മൾ ആശ്രമത്തിന് വേണ്ടിയും ഗുരുവിന് വേണ്ടിയും കൊടുത്തിരിക്കുന്ന കാര്യത്തെ നമ്മളത് എന്താ പറയുക. പക്ഷെ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊളിക്കാൻ പോയപ്പോൾ ഗുരു നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇത് എക്കാലത്തും സംരക്ഷിക്കണമെന്ന്. മനസ്സിലാവും? അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലേക്ക് വിശ്വാസമൂഹം കൂടി വന്നപ്പോൾ നമ്മളതിന് മുന്നിട്ടിറങ്ങി. എൻ്റെ അച്ഛൻ ചേർത്തല മുനിസിപ്പൽ കോർട്ടിൽ, ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോർട്ടിൽ ഇതിന് കേസ് ഫയൽ ചെയ്തു. മനസ്സിലായി? അന്നേരത്തെ കാരണം വെച്ചാൽ നമുക്ക് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ ഗുരുവിൻ്റെ
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് എടുത്തു വെക്കാം നമുക്ക്? ഗുരു ദേഹവിയോഗം ചെയ്തപ്പോൾ തന്നെ എന്തോരം പ്രശ്നങ്ങളാണ് ആൾക്കാർ പറഞ്ഞത്. കാരണം നിങ്ങളെ ചതിക്കും, നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മളുടെ എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരയാണ്, ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഗുരു നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വ്യക്തിപരമായിട്ട് ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കണത് എങ്ങനെയാണ്? പക്ഷെ പരമ്പരേനെ പറഞ്ഞ് തെറ്റായ ദർശനങ്ങളിലൂടെ പറഞ്ഞ് ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് നിലനിർത്താൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ. സത്യസന്ധമായി നിൽക്കുന്ന അവരെ കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ആശ്രമത്തിനകത്തു നിന്ന് തന്നെ പ്രചരിപ്പിച്ചു വിടും. അത് നമ്മുടെ കുറേ യഥാർത്ഥ വിശ്വാസികളായവർ അത് പറഞ്ഞു നടക്കും. അതാണ് അതിൻ്റെ നിജസ്ഥിതി. സത്യദർശനമല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള കള്ളദർശനം. അത് തന്നെ സ്വാർത്ഥം എന്ന് വെച്ചാൽ അവരവരുടെ ആ ഒരു സ്ഥാനമാനങ്ങൾക്കും അവരവരുടെ കസേരകൾ നിലനിർത്തിക്കാനും പിന്നെ പരമ്പരനെ പറഞ്ഞ് പറ്റിച്ച് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം സ്വന്തമാക്കാൻ ഉള്ള ഒരു എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ഗുരുവിന്റെ പേരിലുള്ള ഒരു കച്ചവടം. അത് തന്നെ കച്ചവടം ചെയ്ത് എന്ന ഗുരുവിന്റെ അത് തന്നെ ഗുരുവിന്റെ പേര് പറഞ്ഞാലേ ഇവർക്ക് പണം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ജന്മഗൃഹം പൊളിച്ചിട്ട് പണിയാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എത്രയോ നാളായി ഗുരുവിന്റെ സംശയം പണിയാനാണെന്ന് പറഞ്ഞ് പണം പിരിക്കുന്നത്, എത്രയോ നാളായി. ഇപ്പം ഈ ഇടക്ക് തന്നെ ആദ്യം ഈ പറയുന്ന 2019 പരമ്പരയെ പറ്റിച്ചുകൊണ്ട് അമർനാഥിനെ അവിടെ ഒന്ന് എന്തോ ഒരു കല്ല് കുഴിച്ചിട്ട്, മനസ്സിലായോ? അവിടെ ഒരു കല്ലിടലെന്ന് പറഞ്ഞ് കുഴിച്ചിട്ട്, അതിനുശേഷം മമ്മൂട്ടിനെ കൊണ്ടുവന്ന് എന്തോ കുഴിച്ചിട്ട്, ഇതുവരെയും കുഴിച്ചിട്ടൊന്നും മുളച്ചു വന്നിട്ടില്ല. മനസ്സിലായി? ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. അത് നടക്കാനും പോകുന്നില്ല. പിന്നെന്താ പറയുക, അത് നടത്താനായിട്ട് ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിച്ച് കളയുക എന്ന് പറഞ്ഞാൽ പർണശാല പൊളിച്ചപ്പം മിണ്ടാതിരുന്നത് പോലെ നമ്മൾ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളും വിശ്വാസമോഹം വെറുതെ ഇരിക്കുമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. ഒരു സംശയം, നിലവിൽ വേറൊരു കാര്യവും പറയുന്നുണ്ട്. കേസ് നിലവിലില്ല എന്ന് ഇപ്പോഴത്തെ ഭരണസമിതി ഇതുപോലെ തന്നെ വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. കേസ് ഇപ്പോഴും നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ. കേസിൻ്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിലും കേസിൻ്റെ നിലവിലെ എല്ലാ സിറ്റുവേഷൻസും ബഹുമാനപ്പെട്ട 2 കോടതികളിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് ചേർത്തല മുനിസിപ്പൽ കോർട്ടിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും. അത് പറഞ്ഞുതരാം. അതിന്റെ കേസിന് കാണാനല്ല, സൈറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോർട്ടിന്റെ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ OS നമ്പർ 638/2019 അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിലും വരില്ലേ. എത്ര ഹിയറിംഗ് നടന്ന് എന്തെല്ലാം കാര്യങ്ങൾ നടന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും. മനസ്സിലായോ? എന്നിട്ടും ഇവർ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് കുടുംബയോഗങ്ങളിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം രഹസ്യമായിട്ട്. എന്നുവെച്ചാൽ ചന്ദ്രബാബു കേസ് തോക്കണം. മനസ്സിലായി? അപ്പോൾ എന്നോട് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ കേസ് തോക്കണമെന്ന് എനിക്കൊന്നുമില്ല, എനിക്കെന്ത് നഷ്ടമുള്ളത്? ഞാൻ അതിലൊന്നും സ്വാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കേസ് നിലനിൽക്കുമ്പോൾ നടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും, വേണ്ടേ? അതേസമയത്ത് കേസ് തോറ്റാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ ജന്മഗൃഹം പൊളിച്ചു കളയണമെന്നാണ് ആഗ്രഹമെന്ന് ഞാൻ ചോദിച്ചു. അപ്പം അത് പറ്റില്ല. അപ്പം പിന്നെ എന്താ സംഭവിക്കണം? കേസ് ജയിച്ചാൽ ജന്മഗൃഹം അവിടെ നിലനിൽക്കും. എക്കാലത്തും അവിടെ ആ ജന്മഗൃഹത്തിൽ എല്ലാവർക്കും പോയി തൊഴാം, നമസ്കരിക്കാം, അത് കാണാം, വരും ഭാവി തലമുറക്കെല്ലാം. അല്ല, ജന്മഗൃഹം എപ്പോഴും നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇങ്ങനെ പല ഗുരുക്കന്മാരുടെയും പലരുടെയും എന്ന പോലെ അതിലും എത്രയോ അധികമാണ് ഗുരുവിൻ്റെ ജന്മഗൃഹം. എക്കാലത്തേക്ക് നിലനിന്ന് അത് ഒരു ലോക മക്കളുടെ തീർത്ഥാടന കേന്ദ്രമായി വരണം. അതായിരിക്കണം നമ്മുടെ പരമ്പരയുടെ ആഗ്രഹവും ആവശ്യവും. പക്ഷെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സ്മരണകൾ ഇപ്പം പരമ്പരയിൽ നിന്ന് തുടർച്ച മാറ്റി പുതിയൊരു നവഗുരുവിനെ കൊണ്ടൊന്ന് പ്രദർശിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഗുരുവിനോട് ഒത്തിരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ കള്ളക്കഥകളും കള്ളക്കേസുകളും കള്ളത്തരങ്ങളും നിവൃത്തികേടുകളൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് വെച്ചാൽ പരമ്പരയിൽ നിന്ന് പോകുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണത്തിന് വെച്ചാൽ ഈ ഗുരുവിനെ വിശ്വസിക്കുന്ന ഗുരുവിൻ്റെ കൂടെ നിന്ന് ഒരാൾക്ക് ഒരാളെ ഇവർക്ക് കളയാൻ പറ്റില്ല. പക്ഷെ അയാളെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അയാൾ തന്നെ പോകണം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവരയാളെ എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപനങ്ങളിൽ കൊണ്ട് ഇട്ടിട്ട് ഈ ഹോണ്ടറേയും കൊടുക്കാതെയാക്കും, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നടത്താതെയാക്കും.
ഗുരുവിന്റെ ഇച്ഛപ്രകാരം എന്ന് വെച്ചാൽ ഈ ഗുരുവിരുദ്ധരായ ആൾക്കാരാണ് ഈ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്നത് ഇപ്പം. കാരണം ഗുരു എന്താ പറയുക, ഇവ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയ ഗുരുരത്നം അലിച്ചേർത്തല ആ കുടുംബത്തിനെയാണ് ഈ അമൃതാചാര്യനിൽ നിന്ന് യുവദാസ് കൊണ്ടുവന്ന് ഇപ്പം പ്രതീക്ഷിച്ചിട്ട് അവരെ കൊണ്ടാണ് ഗുരുവിൻ്റെ ഭക്തരെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ട് ആശ്രമം വിട്ട് പോകേണ്ടി വന്നു. പക്ഷെ കുറേ ആൾക്കാർ ഇപ്പോഴും നിവർത്തി കെട്ടിട്ടും ഗുരുവെ ശരണമെന്ന് പറഞ്ഞ് അവർ നിലനിൽക്കുന്ന, നമുക്ക് തന്നെ സഹതാപം തോന്നും അവരോട് കാണുമ്പോൾ. ആ ഒരു അവസ്ഥയിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. ചിലർക്ക് അതായത് വിട്ടു പോകാനും പറ്റില്ല, പ്രവർത്തിക്കാനും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് അവിടെ ആദി പിടിച്ച് എന്ന് പറയാം. തീർച്ചയായിട്ടും. കാരണം വെച്ചാലേ നമ്മൾക്ക് ഗുരുവിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വിട്ടു പോകാൻ പറ്റാത്തത്. ഗുരു എല്ലാ കാര്യവും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. യാതനകൾ അനുഭവിക്കണം, ത്യാഗപ്പെടണം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞ ത്യാഗം പ്രചരിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, സ്വായത്തമാക്കലില്ല. ഗുരു പറഞ്ഞേക്കുന്നത് എന്താണ്? ത്യാഗം പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വായത്തമാക്കുന്നതാണ് ഉത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് ത്യാഗം പറയുന്ന ആൾക്കാർ AC റൂമിലിരുന്ന് എന്താ പറയുക, 5 സ്റ്റാർ ഫുഡ് കഴിച്ച് 5 സ്റ്റാർ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ക്യാരവാനിൽ സഞ്ചരിച്ചുകൊണ്ട്, ബെൻസ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഇത് പറയുന്നത്. ഇത് പറയുമ്പോൾ ഗുരുവിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരു എവിടെയോ പാലക്കാട്ടോ എന്തോ പോയിരുന്ന സമയത്ത് പൂർണ്ണസ്വാമിയാണെന്ന് തോന്നുന്നു, ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്താ വിഷയം എന്താണ്? സ്വാമി ഇത് കൊണ്ടുവച്ചത്, AC കൊണ്ടുവച്ചത്. അത് പൂർണ്ണസ്വാമി അല്ല, നമ്മുടെ ജ്യോതിർമയ സ്വാമി. ജ്യോതിർമയ സ്വാമി എന്ന് പറഞ്ഞാൽ ഗുരുവിന് ചൂടെടുത്തിട്ട് ചില സമയത്ത് ഫാനിന്റെയും വീശി കൊടുത്തിട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഇത് കണ്ടപ്പോൾ സതുദ്ദേശപരമായിട്ടാണ് സ്വാമി അത് ചെയ്തത്. ഗുരു ഇവിടെ നിന്ന് വിട്ടു നിന്ന സമയത്ത് അവിടെ ആ റൂമിൽ, അതെന്ന് വെച്ചാൽ ഗുരുവിന്റെ ഓലമേഞ്ഞ തുണിയൊക്കെ ഇട്ട് മറച്ച തുണി, ഇങ്ങനെ മേൽക്കൂരയിൽ തുണിയല്ലായിരുന്നു അന്ന്, ഇങ്ങനെ ഒരു കാരമുള്ളിൽ കുത്തിവെച്ചിരിക്കുന്ന. അപ്പൊ അത് മാറ്റിയിട്ട് സീലിംഗ് ചെയ്തിട്ട് അവിടെ AC പിടിപ്പിച്ചു. കാരണം ഒരു ശിഷ്യന്റെ ഒരു ഇതിന് വേണ്ടി ചെയ്ത ആഗ്രഹം. കാരണം ഗുരുവിനെ എങ്ങനെ സംരക്ഷിക്കണം, ഈ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നുള്ള നിസ്വാർത്ഥമായ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. സ്നേഹവും ആഗ്രഹവും അത്. പക്ഷേ ഗുരു വന്ന് കണ്ടപ്പോൾ, ഗുരു ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ AC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ വരുന്ന ശിഷ്യഗണങ്ങൾ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഗുരു ആ സംസ്കാരം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്, ആ സംസ്കാരമല്ല, ആ ഒരു രീതി സുഖലോലുപതയല്ല, നമുക്ക് സാധാരണ ജീവിതം മതി എന്നും പറഞ്ഞാണ് ഗുരു അതെല്ലാം അഴിച്ചു മാറ്റിച്ചത്. മനസ്സിലായോ? അത് ജ്യോതിർമയ സ്വാമിയുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടായത്. അത് ജ്യോതിർമയ സ്വാമി അതിലൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല, നിസ്വാർത്ഥമായിട്ട് തന്നെ ചെയ്തതാണ്. സ്നേഹം ഗുരുവിനോടുള്ള ഭക്തിയും സ്നേഹവും ഗുരുവിനെ എത്രയും സേഫ് ആക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇന്നിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ അമൃതാചാര്യനും ഗുരുവായിട്ടൊരു ഭാവം വാഴിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന് തലപ്പത്ത് കയറി എന്നിട്ട് പറയുന്നത് വെച്ചാൽ, ഗുരു വന്നത് ഖുറേഷ്യ ഫക്കീർ സ്വാമികളെ പോലെയാണ്. മനസ്സിലായി? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഗുരുവിനെ ബ്രഹ്മം എങ്ങനെയാണ് കൊണ്ടുവന്നത് ഈ കൽപ്പാന്ത കാലം വരെ, കലിയുഗത്തിൽ ഈ പറയുന്നതിനോട് അങ്ങോട്ട് യോജിക്കുന്നില്ല ഇപ്പോഴത്തെ ഇവിടെ ഒരു കാര്യവും. കാരണം അതിന് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശ്രീമതി ആൻറ്റിയെ പോലെയുള്ള ചിലരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആശ്രമ വക്താക്കളായിട്ട് സംസാരിപ്പിക്കും. കാരണം ഇവർക്ക് ഉത്തരവില്ല. കാരണം എന്ന് വെച്ചാൽ, ഈ ഗുരുവിന് എങ്ങനെയാണ് ഗുരു ഭൂമിയിൽ ജന്മം കൊണ്ടതെന്ന് വെച്ചാൽ അറിയാമല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഈ സത്യത്രാണിന് പറ്റിയ തെറ്റ് തിരുത്താൻ വേണ്ടി 2444 ആചാര്യന്മാരെ ബ്രഹ്മം ഭൂമിയിലേക്ക് അയച്ചു. അവർക്കൊന്നും ഇത് നിവർത്തിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രഹ്മം തന്നിൽ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു ജീവനെ ആരും അറിയാതെ വിവരവും എന്നാൽ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ കൊണ്ടൊന്ന് ജനിപ്പിക്കും. മനസ്സിലായി? എന്നിട്ട് അറിയാതെ ജീവിതത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൊടുക്കാതെ ബ്രഹ്മം എന്തിച്ഛിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്ന അനുസരിച്ചാണ് ഗുരുവിന്, എന്ന് വെച്ചാൽ 8 ദിവസം പൂർത്തീകരിച്ച് ജന്മം കൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ആണ് ഗുരു മുന്നോട്ട് നയിക്കപ്പെട്ടത് 9 വയസ്സ് വരെ. മനസ്സിലായോ? അപ്പം അങ്ങനെ അത്രയും കെയർഫുള്ളായിട്ട് ജനിപ്പിച്ചിട്ട് ഗുരുവിനെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ എല്ലാ പടവുകളും കടത്തിയാണ് ത്യാഗത്തിലൂടെ. കാരണം ഗുരുവിൻ്റെ കുടുംബത്തിന് പലരും പറയുന്നുണ്ട് ഗുരുവിൻ്റെ കുടുംബത്തിന് സ്നേഹമില്ലാത്തതുകൊണ്ട് ഗുരു പോയപ്പോൾ ആരും അന്വേഷിച്ചില്ല, തിരക്കിയില്ലെന്ന്. പക്ഷെ അത് ബ്രഹ്മനിശ്ചയപ്രകാരം വന്നൊരു ജീവനാണ്. അപ്പോൾ കുടുംബം തടുത്താലൊന്നും തടുക്കപ്പെടില്ല. ഗുരു എന്തുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്? കുടുംബം അത് അംഗീകരിക്കത്തില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ആത്മീയ അനുഭവവും ആത്മീയ ഒരു
അറിവോ ഇല്ലാത്ത കുടുംബമാണത്. കുടുംബശുദ്ധിയുള്ള ഗോത്രശുദ്ധിയുള്ളതുകൊണ്ടാണ് അവിടെ ജനിച്ചത്. ഗോത്രശുദ്ധി ഇല്ലെന്നൊക്കെ ഇപ്പം ചിലർ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ വിവരമില്ലായ്മയെന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഇത്രയും നമ്മുടെ ത്രികാലജ്ഞാനിയായ ഒരു ഗുരു ഒരു കുടുംബത്തിലൊന്ന് ജനിക്കണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ എന്താ പറയുന്ന ഒരു മഹിമ എന്ന് പറയുന്നത് അത്രയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ജനിക്കാൻ പറ്റിയത്. അല്ലാതെ ബ്രഹ്മം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് എങ്ങനെയെങ്കിലും കൊണ്ട് ജനിപ്പിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അല്ല, ഇപ്പൊ അത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പറയിപ്പിക്കുന്നുണ്ട് പലരെ കൊണ്ടും. മനസ്സിലായോ? ഗുരു ആഗ്രഹിച്ചതും ഗുരു പറഞ്ഞിരിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം, സത്യതയൊക്കെ എങ്ങനെ വളച്ചൊടിച്ച് പറയാം അല്ലെങ്കിൽ പറയിപ്പിക്കാം എന്നുള്ള റിസർച്ച് ചെയ്തിട്ടിരിക്കണവരല്ല. കാരണം വെച്ചാൽ എന്നാലേ അവർക്ക് അവരുടെ ഇഷ്ടം നടക്കും. അപ്പൊ അതിൽ വന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഗുരു 9 വയസ്സായപ്പോൾ ഗുരു എന്ത് ചെയ്ത്, ഗുരു നേരെ ആലുവ അദ്വൈതാശ്രമത്തിൽ പോകുന്നു. ആശാന്റെ സഹായത്തോടെ വീട്ടിൽ പറയാതെ പോകുന്നു. പിന്നെ നേരെ ശിവഗിരിയിൽ വരുന്നു. ശിവഗിരിയിൽ നിന്നാണ് പിന്നീട് ഗുരു അവിടുത്തെ 17 വർഷത്തെ നിസ്വാർത്ഥ സേവനം. ഇവർ പറയുന്ന കണക്കാണെങ്കിൽ ഗുരു നാളെ മുതൽ ഞാനാണ് ഗുരു എന്ന് പറഞ്ഞ് കയറിയിരിക്കണ്ടേ, ശ്രീനാരായണ ഗുരു എനിക്ക് ദർശനം തന്നിട്ടുണ്ട് ഞാനാണെന്ന് പറഞ്ഞു. അതെന്താ അവിടെ അങ്ങനെയല്ല. അങ്ങനെ ഗുരു ആത്മീയതയുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നു. ആ ഗുരുവിനെ ചെന്ന് കാണുന്നു. അതാണ് ഖുറേഷ്യ ഫക്കീർ. ആ ഖുറേഷ്യ ഫക്കീർ സ്വാമികൾക്ക് പോലും ഗുരുവിനെ കാണിച്ചു കൊടുക്കാതെ എന്താ പറയുക, ബ്രഹ്മം അത്രയ്ക്ക് സൂക്ഷിച്ചാണ് ഗുരുവിനെ കൊണ്ടുപോകുന്നത്. ബ്രഹ്മത്തിൽ നിന്നും കിട്ടുന്ന വാക്കുകൾ മാത്രം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ പോയ സമയത്താണ് ഗുരു പിന്നീട് ശിവഗിരിയിൽ നിന്ന് പിന്നെ ശിവഗിരി കുന്നിലേക്ക് മാറി ഒരു ആശ്രമം ചെറുത് കിട്ടുന്നത്, അവിടെ ഇരിക്കുന്നതും അവിടെ ശാന്തിഗിരി എന്ന് പേര് വരുന്നതും ഇപ്പം അതൊരു ഒരു ക്ഷേത്രമായിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആരും കാണാത്തടത്ത് പോയി എന്ന് വെച്ചാൽ 4 ആൾ കാണാത്തടത്ത് പോയി ഇരിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഇപ്പം ശാന്തിഗിരി ഇരിക്കുന്ന പോത്തൻകോട് വരികയും അവിടെ ഗുരു ആശ്രമം സ്ഥാപിക്കുകയും അവിടെ ഇരുന്ന് ഇപ്പം ഇത്രയും വലിയൊരു പ്രസ്ഥാനവും പരമ്പരയും ഗുരു ഉണ്ടാക്കി. ഗുരു ഒരു കാപട്യമോ തട്ടിപ്പോ വെട്ടിപ്പോ കാണിച്ച് കുടുംബക്കാർക്ക് എന്ത് പ്രിവിലേജും കൊടുത്തുകൊണ്ട്, കുടുംബക്കാർക്ക് എന്ത് ആനുകൂല്യം കൊടുത്തുകൊണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ്. തീർച്ചയായിട്ടും എത്ര പേരുണ്ട് ഇതിൽ സാമ്പത്തികമായിട്ട് വരും. സാമ്പത്തികം എന്ന് വെച്ചാൽ കിട്ടാനുള്ള വഴിയുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം ചോദിക്കും ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടാണെന്ന്. ഇല്ല, ഗുരുവിൻ്റെ അമ്മാവൻ്റെ മകനായ എൻ്റെ അച്ഛൻ ചെമ്മീൻ ബിസിനസ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗുരു വിളിച്ച് പറയുന്നത്, നീ ഇനി ആ ബിസിനസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പറ്റിയ ബിസിനസ് അല്ല അത്, നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അച്ഛനെ കൂടെ നിർത്തിക്കുകയാണ്. അച്ഛനത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സ്വന്തമായിട്ടൊരു കമ്പനി, 100-150 ആൾക്കാർ, പണിക്കാരും എല്ലാ ജോലിക്കാരും, അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിർത്തിക്കളയാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ നിർത്തി. അവിടെ അച്ഛന് ഗുരുവിനോട് ചോദിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ ഒരു ചായ കച്ചവടം ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമ്പന്നതയിൽ നിന്ന് പിന്നെ നേരെ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ചായ കച്ചവടം ചെയ്താൽ എന്ത് വരുമാനം ഉണ്ടാകുന്നു? ഒരു കടവ് മാത്രമേ ഉള്ളത്. അതിനെ ആശ്രയിച്ചൊരു ചായക്കട നടത്തി ഉപജീവന മാർഗം നടത്തി പിന്നെ അവിടെ എന്താ ചെയ്യുക, കുറച്ച് അതിൽ നിന്ന് വരുമാനം പോരാതെ വന്നപ്പോൾ അവിടുത്തെ തോടുകളിൽ സാധാരണ ആൾക്കാർ ചെയ്യും പോലെ വല വീശി മീൻ പിടിച്ച് ഇവിടെ മാർക്കറ്റിൽ കൊടുത്ത് തുച്ഛമായ രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരവസ്ഥയിൽ. മനസ്സിലായ? പക്ഷേ ഇന്ന് അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്താണെന്നറിയും, തീർച്ചയായിട്ടും ഇന്നത്തെ ഭരണാധികാരികൾ ഒരു 2 വേഴവട്ടം അതിനു മുന്നേ എന്തായിരുന്നു, ഇന്ന് അവരുടെ കുടുംബസ്ഥിതികൾ, ഇന്നത്തെ ഭരണതലത്തിലിരിക്കുന്ന ഈ അഭിനവ ഗുരുവിൻ്റെ ആയാലും ശരി, ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാന തപസ്യയുടെ കുടുംബമായാലും ശരി, ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ്. അല്ല, അറിയാത്തവർ ചോദിച്ച് മനസ്സിലാക്കിയാലും മനസ്സിലാകും 25 വർഷത്തിന് മുന്നേ എങ്ങനെയായിരുന്നു, ഇന്ന് എവിടുന്ന് വന്നു ഈ കോടികളെന്ന്. തീർച്ചയായിട്ടും. പക്ഷേ അപ്പോൾ ഇപ്പോഴും അത് ഇവർ പറയുന്നത് വെച്ചാൽ ഗുരു അന്ന് എന്ത് ചെയ്തിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും അമൃതാജിന്നെയും ആൾക്കാരും ഗ്യാങ്ങും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ മാതൃകയാണോ ഗുരു? ഓരോ മനുഷ്യർക്കും അറിയാൻ പറ്റും. അന്ന് ഗുരുവോടൊത്ത് നിന്ന് ഓരോ മനുഷ്യർക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. മനസ്സിലായ? കാരണം ഗുരുവിൻ്റെ കുടുംബത്തിനോടോ ഗുരുവിൻ്റെ ഒരു പ്രത്യേക പ്രിവിലേജ് ഒരു കാര്യത്തിലും, സാമ്പത്തികമായാലും കൊള്ളാം, എന്ത് കാര്യത്തിലായാലും കൊള്ളാം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഗുരുവിൻ്റെ അനുജനായ അരവിന്ദ്, അറിയോ? അരവിന്ദ് കണ്ടിട്ടുണ്ട്, നമ്മുടെ വല്യച്ഛനാണ്. പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മുടെ വല്യച്ഛനാണ്. ഗുരുവിൻ്റെ അമ്മേനെ 2ാമത് വിവാഹം കഴിച്ചപ്പോൾ, എൻ്റെ അപ്പൂപ്പൻ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അതിലുണ്ടായ മകനാണ്, ഇളയ മകനാണ്. മൂത്താളെ കുറിച്ച് ഞാൻ പറയാം. ഇളയ മകനാണ് ഈ അരവിന്ദൻ എന്ന് പറയുന്നത്.
അരവിന്ദൻ്റെ ഒരു മോനുണ്ട്, നന്ദകുമാർ എന്ന് പറയും. നന്ദകുമാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു അസുഖബാധിതമായിട്ടാണ് വരുന്നത്. ആ അസുഖം ഗുരുവാണ് മാറ്റിക്കൊടുത്തു, മനസ്സിലായി. അങ്ങനെ വന്ന് ഗുരു അത് മാറ്റിക്കൊടുത്ത് ഇവിടെ ആശ്രമത്തിൽ നിൽക്കുകയാണ്. ആശ്രമത്തിൽ നിന്നപ്പോൾ പല ജന്മിമാരും ഗുരുവിൻ്റെ അനിയൻ്റെ മോനല്ലേ എന്നുള്ള പ്രിവിലേജ് കണക്കിലെടുത്ത് പാല് കൊണ്ടേ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഗുരു പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ പലരും നിനക്ക് പലതും തരും, അതൊന്നും വാങ്ങിക്കരുത്, മനസ്സിലായി. അവർ പല കണ്ണുകൊണ്ടായിരിക്കും നിനക്ക് ഇതൊക്കെ തരുന്നത്, അതൊന്നും മേടിച്ച് എൻ്റെ അനുജൻ്റെ മകനാണെന്നുള്ള ഒരു എന്താണ് പറയുക മുൻഗണനയും നീ സ്വീകരിക്കരുത് എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഗുരു എന്തോരം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ആ വാക്കിൽ നിന്ന് മനസ്സിലാവും. മനസ്സിലായി. ഇതുപോലെ നമ്മളോടും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ നമുക്കതൊന്നും വെളിയിൽ നമുക്ക് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. നമുക്ക് പാണന്മാരെ വെച്ച് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗുരു എല്ലാ കാര്യത്തിനും ഗുരു കണ്ട എന്താണ്, ഗുരു വന്ന എന്തിനാണ്? ഒരു കുടുംബസ്വത്തോ ഒരു ആശ്രമം ഉണ്ടാക്കാൻ മാത്രമല്ല, ഒരു ചെറിയ പരമ്പര ഉണ്ടാക്കിയിട്ട് അതിനെ ഊറ്റി ഇവിടെ സുഖലോലുപമായി ജീവിക്കാനല്ല. ഗുരു വന്നത് ഒരു എന്താ പറയുക ലോകത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കോടാനുകോടി സൗരയുധങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഗുരു വന്നത്. അപ്പം അതാണ് ഗുരു ചെയ്തിട്ട് പോയത്. അല്ലാതെ ഇന്ന് കാണിക്കുന്ന ഈ ഒരു വേഷം കെട്ടുകളൊന്നുമല്ല, ഈ എന്താ പറയുക വൃത്തികെട്ട അവസ്ഥാപൂർത്തീകരണ നാടകമൊന്നുമല്ല, മനസ്സിലായോ? ഇന്ന് അവസ്ഥാപൂർത്തീകരണവും അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി അല്ലെങ്കിൽ കോമാടിത്തരമായിട്ടാണ് പഴയ വിശ്വാസികളുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് വിശ്വാസികളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ചവിട്ട് നാടകത്തിന്റെ ശരിയായ രൂപങ്ങൾ നമ്മുടെ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ടല്ലോ. നിസ്സംഗജന്യ അത് വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. നിസ്സംഗജന്യ കൂടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ എങ്ങനെ സഹിച്ച് എന്ന് വെച്ചാൽ ഇന്നും സഹിച്ചു നിൽക്കുന്ന ഗുരുവിനോട് സ്നേഹമുള്ള ഒട്ടനവധി ജന്യന്മാരും സ്വാമിമാരും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതൊന്നും വെളിയിൽ മിണ്ടാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാനിത് എന്താ പറയുക ധൈര്യപൂർവ്വം പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പുറത്തുനിന്ന് കുറേ കാലം ജീവിച്ച് ഒരുവിധം ലോകം കണ്ട് വളർന്നു വന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ചെറുപ്പത്തിൽ കുഞ്ഞിലേ വന്ന് നിന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഭരിക്കും പോലെ ഭീഷണിപ്പെടുത്തി ഭരിപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ ഗുരുരത്നസ്വാമിയുടെ ഒരു ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇയാളെ സ്റ്റാർട്ടിട്ട് വെച്ചിട്ടുണ്ട്. ക്രോസ് മസാജ് സുഖചികിത്സ നടത്തി, പിന്നെ അവർക്ക് കൈക്കൂലി കൊടുത്ത്, അങ്ങനെ എല്ലാവരും ഒന്നല്ല ഞാൻ പറയുന്നത്. പോലീസ് സംവിധാനത്തിൽ ഒരു വിഭാഗം ക്രിമിനലുകളുണ്ട്. എന്ത് കാര്യം നേടാൻ വേണ്ടി എന്ത് കാര്യവും വഴിവിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി, അങ്ങനെയുള്ളവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരെ വെച്ച് ഈ ആശ്രമത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അതിനൊക്കെ എറിയണ ഈ ആന ബിജു എന്നൊക്കെ പറഞ്ഞ ചേർത്തല ബിജുണ്ണൊക്കെ ഒരു വിഷയം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഭീഷണിപ്പെടുത്തി ഇടിക്കുമെന്ന് പറഞ്ഞ് വിരട്ടി നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പ്രഗ്നൻസി ടൈമിലായിട്ട് ആ പ്രഗ്നൻസി പോലെ അലസിപ്പോയെന്നുള്ള മനസ്സിലായ അത്രക്ക് നീചത്തരവന്മാർ കാണിച്ചേക്കുന്നു. പക്ഷെ അവർക്കൊന്നും ഇത് പുറത്ത് പറയാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഞാൻ ഈ പറഞ്ഞ സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല. കാരണം ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം വെറുപ്പിച്ചിട്ടാണ് ആശ്രമത്തിൽ വന്നിരിക്കുന്നത് ഈ സമയത്തുള്ള ആൾക്കാർ. എന്നുവെച്ചാൽ അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. എതിർക്കുമ്പോൾ തിരിച്ചു പറഞ്ഞ് ആശ്രമത്തിൽ പോകേണ്ടെന്ന് വിലക്കാനായിരിക്കും ബന്ധുക്കളൊക്കെ. ഇപ്പം എൻ്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആശ്രമത്തിൽ പോയിട്ട് എന്ത് നേടാനാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കിത് വിട്ടു പോകാൻ പറ്റത്തില്ല. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, അത് ആത്മീയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിവിടെ ഒരു ജന്മം എടുത്ത് വന്ന് നമ്മളിവിടെ കുറേ സമ്പാദിച്ച് കുറേ ഈ ഇവിടുത്തെ സുഖലോലുപത ആസ്വദിച്ച് പോയതുകൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ലെന്ന് ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? ജന്മാന്തരങ്ങളുള്ള കർമ്മദോഷവും കർമ്മവും ഭാഗ്യവും പുണ്യവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സതീണെന്ന് തോന്നുന്നു. പറ്റുമോ? പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു സംശയം കൂടെ, എൻ്റെ അല്ല പരമ്പരയ്ക്കുള്ള സംശയം. അതായത് ജന്മഗൃഹ കേസ് കൊടുത്ത് ജന്മഗൃഹം നിലനിർത്താനാണോ അതോ നമ്മുടെ ചന്ദ്രബാബുവിൻ്റെ അതിലൊരു അവകാശം സ്ഥാപിക്കാനാണോ ശ്രമിക്കുന്നത്? സതീണ, ഇതിൽ യഥാർത്ഥത്തിൽ എന്താണെന്നറിയും?
അവകാശം അവിടെ സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കെപ്പോഴും അവകാശമുള്ള പ്രോപ്പർട്ടി തന്നെയാണത്. നമ്മൾ ഇന്ന് വരെ ആ അവകാശം ഉന്നയിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പം സതിയണ്ണൻ്റെ ഒരു വസ്തു ഒരാൾക്ക് ഒരു കാര്യത്തിന് വിട്ടുകൊടുത്തേക്കാണ്. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ സതിയണ്ണൻ്റെ അവകാശം സ്ഥാപിക്കേണ്ട കാര്യം വരുള്ളൂ, ഇല്ലേ? അതേസമയത്ത് അദ്ദേഹം അത് പരിപാലിച്ച് അതൊരു നല്ല ജനോപയോഗപ്രദമായ കാര്യം, അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സതിയണ്ണ അവിടെ അവകാശം ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതേസമയത്ത് അത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവകാശം ഉന്നയിക്കേണ്ടതാണെങ്കിൽ അവകാശം ഉന്നയിക്കണം, തടയേണ്ടതാണെങ്കിൽ തടയണം. അത് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തമായ ഒരു മുതൽ തന്നെയാണ് അത്. ഗുരുവിൻ്റെ പേരിലുള്ള എന്ത് വസ്തുവാണെങ്കിലും അത് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെയുള്ളതാണ്. അതേസമയത്ത് നമുക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെത് വസ്തുവകൾ നമുക്ക് ഡയറക്റ്റ് ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ ആ പ്രിവിലേജ് ഉപയോഗിക്കാൻ പറ്റും. അതേസമയത്ത് ഗുരുവിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളായ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും അതിൽ ഉണ്ട്. പക്ഷെ അത് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു അവകാശം ഉന്നയിച്ചുകൊണ്ട് അതിന് കേസ് കൊടുക്കുന്നത്. അതിനാധാരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഗുരുവിൻ്റെ കാര്യത്തിലുള്ള പ്രോപ്പർട്ടിയിലോ ഗുരുവിൻ്റെ ഒരു സ്ഥാപന ജംഗമ വസ്തുക്കളിലോ നമുക്ക് അവകാശം മറ്റുള്ളവർക്കുള്ള പോലെ മതി. ഏതൊരു ഗുരുവിശ്വാസിക്കും ഗുരുഭക്തനും അല്ലെ ഗുരുവിൻ്റെ ഏതൊരു അഭ്യുദയകാംക്ഷിയോ ഗുരുവിൻ്റെ ആശയം ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് മാത്രം നമുക്ക് മതി. പക്ഷേ അത് നശിപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് പർണശാല നശിപ്പിച്ചതുപോലെ ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തത് കാരണം മറ്റാർക്കും ഇത് ചെന്നിട്ട് അവകാശം സ്ഥാപിച്ച് കൊടുക്കാൻ പറ്റുകയില്ല എന്നതുള്ളത് കൊണ്ട് കാരണം അതിലൊരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. അത് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ അച്ഛനും എൻ്റെ വല്യച്ഛനും കൊച്ചന്മാരൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ ഒരു അപ്പച്ചി മാത്രം എൻ്റെ അച്ഛപ്പം മരിക്കുന്നതിന് മുമ്പേ ഗുരുവിന് എഴുതി കൊടുക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി. അവർ പരമ്പരയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളവരുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അവരിതിൽ ഒപ്പിട്ടില്ല. അപ്പം അവരുടെ അവകാശം ഇതിലുണ്ട് എന്ന് പ്രഥമ നിശ്ചയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇതിലൊരു അവകാശ തർക്കം പോയത്. അത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാന്തിഗിരി ആശ്രമം അവരിൽ അത് വിലക്ക് വാങ്ങിച്ചു. കോടികൾക്കാണ് വാങ്ങിച്ചത്, ലക്ഷങ്ങൾക്കാണ് വാങ്ങിച്ചതെന്നുള്ള ഒരു ഇത് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഇത് കോടതിയിൽ ഇപ്പോൾ ട്രയലിനായി ആയിക്കൊണ്ടിരിക്കുന്ന കേസ് എന്നെ വിസ്തരിക്കണം. പക്ഷേ എന്നെ വിസ്തരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്ത സാക്ഷി ലിസ്റ്റും എവിഡൻസും കോടതി പരിശോധിക്കുന്ന വേളയിൽ ചില സാക്ഷികൾ ഇവരുടെ ആൾക്കാരാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ അപ്പീൽ പോയിരിക്കുന്നു. മനസ്സിലായോ? കേസ് നിലനിൽക്കുക തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നത് കോടതി പരിശോധിച്ചപ്പോൾ സാമ്പത്തികമായിട്ടോ അധികാരം സ്ഥാപിക്കാനാണെങ്കിൽ ഇവർ പറഞ്ഞെന്താണെന്നറിയാമോ കോടതിയിൽ? എന്നുവെച്ചാൽ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, ഇതൊരു വലിയ പ്രസ്ഥാനം വലിയ ആശയത്തിന് വേണ്ടി നിൽക്കണേല്ലേ എന്ന് നമ്മുടെ അഡ്വക്കറ്റിനോട് ചോദിച്ചപ്പോൾ അഡ്വക്കറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജന്മഗൃഹം പൊളിക്കുന്നതൊഴിച്ച് എന്ത് കാര്യം എന്ന് വെച്ചാൽ പൊളിക്കരുത്, നമ്മുടെ ഒറ്റ ഡിമാൻഡേ ഉണ്ട്, നമ്മൾ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ ബിൽഡിംഗ് ഗുരുവിൻ്റെ ജന്മഗൃഹം വീട് പൊളിക്കാൻ പാടില്ല. അത് ആ പരിസര സ്ഥലങ്ങൾ സംരക്ഷിച്ച് നിലനിർത്താനാണെങ്കിൽ നമ്മളിത് എന്താ പറയുക സമ്മതിക്കാം. ബില്ലിംഗ് ആണ് കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ അപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞെന്താ പറയും, പൊളിക്കുന്നതൊഴിച്ച് എന്ത് സെറ്റിൽമെൻറ്റിന് അവർ തയ്യാറാണ്. അപ്പോൾ ആരാണിപ്പോൾ നിൽക്കുന്നത്? ഇത് പറയുന്നതും കേൾക്കുന്നതായ ആത്മബന്ധുക്കൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊളിക്കുന്നതൊഴിച്ചെന്ന് പറഞ്ഞാൽ പണമാകാം, സമാന്തര സ്ഥലമാകാം, മറ്റ് സ്ഥാപനം. ഞാൻ ചോദിക്കുന്നത് എന്തും കിട്ടൂലേ? ഇപ്പം അച്ഛനാണ് കൊടുത്തിരുന്നെങ്കിലും ഇപ്പം അതിൻ്റെ ബാധ്യമായിട്ട് ഞാനാണ് നിൽക്കുന്നത്. ഉദ്ദേശശുദ്ധി കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴേ സെറ്റിൽ ചെയ്യായത് ഇല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പൊളിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏതറ്റം വരെ പോകുന്നത്. പൊളിക്കാൻ സമ്മതിക്കില്ല, കാരണം അത് ഗുരുവാക്കാണ്, ഗുരു നമ്മളോട് പറഞ്ഞ വാക്കാണ്. അത് നമ്മൾ ഏതറ്റം വരെയും അത് സംരക്ഷിക്കണം എന്നുള്ള ഒരു വാക്ക് അത് നമ്മളിപ്പോൾ ഏതറ്റം വരെ ഏത് രീതിയിലും അത് ഫൈറ്റ് ചെയ്യും. പരാജയപ്പെട്ടു പോയാൽ ബാക്കി ദൈവം നോക്കിക്കോളും, ഇല്ലേ? ഗുരു നോക്കിക്കോളും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിന് നിന്നു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇവരിത് പറഞ്ഞ് ഈ വിശ്വാസ സമൂഹത്തിന് പറഞ്ഞ് പറ്റിച്ച് ഇതൊരു കറവ പശുവായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ ജന്മഗൃഹ സമുച്ചയം എന്ന് പറയുന്നത്. കേസ് തീർന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഇത് നടത്തുന്നില്ല? എന്തുകൊണ്ടാണ് ഈ സമുച്ചയം അവിടെ ഉയരാത്തത്? 2027 ഇനി എത്ര വർഷമുണ്ട്? 1.5 വർഷം മറ്റേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ 2027 ആയി.
അപ്പോൾ 2027 ഇത് എന്തോ ഇവർ സമർപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് 2019 പറഞ്ഞത്. ഇവർ ഈ പല വിശ്വാസികളും പല രീതിയിലാണ് പറയും. എന്നുവെച്ചാൽ കണ്ണൂരുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞെന്താ പറയും, ഈ സമുച്ചയത്തിൻ്റെ ഒരു കാല് അടുത്ത വീട്ടുകാരൻ്റെ പറമ്പിലാണ് വരുന്നത് പ്ലാൻ വരച്ചപ്പോൾ. അപ്പോൾ ആ വസ്തു ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ കൊടുത്തില്ലെങ്കിൽ നടക്കില്ല. നടക്കുമോ? പിന്നെ എന്തിനാ ഈ പണം പിരിക്കണം? പണം പിരിക്കണം എന്തിനാണ്? ഈ പിരിച്ച പണം അവിടെ ഉണ്ടോയെന്ന് ഇനി ഗുരുവിന് മാത്രം അറിയും. മനസ്സിലായി? കോടിക്കണക്കിന് 2019 തൊട്ട് പിരിച്ചു, രൂപ പിരിച്ചു, സ്വർണം പിരിച്ചു, തടി പിരിച്ചു, അങ്ങനെ വോട്ട് മാത്രം വരെ. ഇതുമായി ബന്ധപ്പെട്ട് 2019 ജനപുഷ്പം ജ്ഞാന തപസ്സി കന്യാകുമാരിയിലെ വിശ്വാസി കുടുംബങ്ങൾ മൊത്തം കയറി ഇറങ്ങി എന്റെ വീട്ടിൽ വന്നിരുന്നു. ഇതേ ജന്മഗൃഹത്തിന്റെ സമുച്ചയം പണിയുന്നതിന് തടിയായിട്ടോ പണമായിട്ടോ എന്തായിട്ടെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലും വന്നിരുന്നു. അതിലൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാലേ, പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ പിരിച്ച പണം ഒരു 40-50 ലക്ഷം രൂപയോളം 2001 ഗുരുമാർഗം പ്രകാശസഭ അന്ന് നമ്മൾ സംഘടന നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ജയന്തി ആഘോഷിച്ചു. ആ ജയന്തിക്ക് 2 ദിവസം മുമ്പേ മമ്മൂട്ടിനെ കൊണ്ടുവന്നിട്ട് ഒരു 50 ലക്ഷം രൂപ അവിടെ ബാധ്യത വരുത്തി വെച്ചു. മനസ്സിലായി? ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ട ഗുരുവിശ്വാസികൾ പിരിച്ചത് കൊടുക്കേണ്ടി വന്നു. മമ്മൂട്ടി വന്ന് ആൾക്കാരെ കാണിച്ച് കുറച്ച് ജനസാന്ദ്രത വരുത്തി, കുറച്ചൊരു എന്താ പറയുക, ഇവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ മേനി കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമായ ഒരു കാര്യം പോലും ചെയ്തു കൊടുക്കുന്നു. വിശ്വാസ സമൂഹത്തിനെ പറ്റിച്ച് ഓരോ നടന്മാരെ വിളിച്ചിട്ട് അവാർഡ് കൊടുക്കുക, ഇതേപോലത്തെ കല്ലിടുക, ഇതേപോലെ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ കുറേ പയ്യന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ നിർത്താം. ഗുരുവിൻ്റെ ആശയം എങ്ങനെയാണ്? എല്ലാം ത്യാഗനിർഭരമായ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുഞ്ഞുങ്ങളെ, മനസ്സിലായി, പരമ്പരയിലുള്ള കുഞ്ഞുങ്ങളെ, അതുങ്ങളെ വെച്ചുകൊണ്ട് അവർക്കൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുക, മയക്കുമരുന്ന് കൊടുക്കുക, കഞ്ചാവ് കൊടുക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റിച്ച് വെടക്കാക്കി തനിക്കാക്കും. എന്ന് വെച്ചാൽ ഈ ഓരോ മാഫിയകൾ ചെയ്യുന്നു. കാരണം എന്താണ്? വല്ലവരെയൊക്കെ ബലിയാടാക്കി അവർക്കൊക്കെ നക്കാപ്പിച്ച കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കും. കാരണം ഓരോ കുടുംബത്തിലെ കുട്ടികൾ കയ്യിലിരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ കടിഞ്ഞാണാണ് കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ വെടക്കാക്കി അതിൻ്റെ റെക്കോർഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചു. ഇപ്പോൾ മയക്കുമരുന്ന് അടിക്കുന്നത്. ഇപ്പോൾ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഗുരുവൻ എന്നെ വിളിച്ച്, എന്നെ സജീവന ഈ പ്രണവശുദ്ധസ്വാമി എന്ന് പറഞ്ഞ ആളാണ് അന്ന് സെക്യൂരിറ്റി ചാർജ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കഞ്ചാവ് കുറേ പിള്ളേർ കഞ്ചാവ് അടിക്കുന്നുണ്ട്, അവരെ പിടിക്കണം, പിടിച്ചിട്ട് ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ഇടും, അടുത്ത ദിവസം ഞാൻ ആ വീഡിയോ ഇടും. അത് അതിൻ്റെ യഥാർത്ഥം ഫുള്ള് മനസ്സിലായിട്ടില്ല. ഞാൻ പണ്ടിട്ടുണ്ട്, FB ഇട്ടായിരുന്നു 2017 കാലഘട്ടത്തിൽ. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഫാക്ട് ആർക്കും മനസ്സിലായില്ല. അത് പറഞ്ഞ് ഇട്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇയാൾ പറയുകയാണ് ആ പയ്യന്മാരെയൊക്കെ പിടിക്കണം. നമ്മൾ സെക്യൂരിറ്റി മാനേജറാണ് ഞാൻ സജീവം. പിടിച്ചിട്ട് സ്കൂളിലൊക്കെ കയറിയിട്ട് സ്കൂളിലെ പിള്ളേരെയൊക്കെ വരട്ടി ഇത് മനസ്സിലാക്കിയിട്ട് അപ്പം ഞാനിങ്ങനെ ലാൻഡ് ചെയ്യും. 3 ദിവസം ഞാൻ ഉണ്ടാവില്ല, ശ്രീലങ്കയിൽ പോയണം പുള്ളി. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ പുള്ളി ലാൻഡ് ചെയ്യും. ഈ സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല. ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പശുകടത്തിലാണോ? അല്ല, അത് തന്നെ. അവിടെ അവർക്ക് കുറച്ച് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട് ശ്രീലങ്കയിൽ. ആശ്രമത്തിൻ്റെ പ്രതിനിധികളായിട്ട് പോയിട്ട് അവിടെ അവരെ സ്വകാര്യ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അടിച്ചു പൊളിക്കുക, എല്ലാ എന്താ പറയുക വേണ്ടാത്ത കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ അവിടെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വിദേശത്ത് പോയി ചെയ്യും. അതാണ് നടപടി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പശു കടത്തൽ. പശുവിനെ എങ്ങോട്ട് കടത്തണമെന്നോ എന്തിനു കടത്തണമെന്നോ ഒന്നുമില്ല. പശുവിനെ ശ്രീലങ്കയിലേക്ക് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് പശുവിനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മളിവിടെ നിന്ന് പശുവിനെ പിന്നെ എന്താ സംഘടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒരു പശുവിന് ഇത്ര രൂപ വെച്ച് കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ബിസിനസ് മനസ്സിലാവും. അതും പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് അതിൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഇവരുടെ മറ്റുള്ള കാര്യങ്ങളാണ് നേടുന്നത്. മനസ്സിലായി? അല്ല ചന്ദ്രബാബു, പ്രസ്ഥാനത്തിൽ അങ്ങനെ ഏതൊരു കാരണവശാലും, അതായത് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ച് പറ്റിച്ച് ഉപദ്രവിച്ച് അങ്ങനെയുള്ള ഒരു കാശോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായമോ ഏതെങ്കിലും ഒരു കാര്യമോ ഗുരു ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഗുരു സ്വീകരിച്ചിട്ടുമില്ല. അതാണ് നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? ഗുരു വന്നത് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ
ഈ സമരയുദ്ധങ്ങൾക്ക് എന്താ പറയുക, സംശുദ്ധമായ ഇതിനു വേണ്ടിയാണ് വന്നത്, പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വന്നത്. ഇവരതല്ല, ഇവർ ശിഷ്യഗണങ്ങളായിട്ട് എന്താ പറയുക കയറി കൂടിയിട്ട് ഈ പ്രസ്ഥാനത്തെയും പരമ്പരയെയും നശിപ്പിക്കാനുള്ള പ്രവണതയാണ് ഇവർ കാണിക്കുന്നത്. അതെ, അന്ന് ഗുരു പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ സഹകരണ മന്ദിരം പണിയാൻ മൊത്തം കാശ് കൊടുക്കാൻ ആൾക്കാർ തയ്യാറായിരുന്നു. പക്ഷെ ഗുരു പറഞ്ഞു അത് വേണ്ട, എല്ലാവരുടെയും പൈസ വേണോ, പൈസ എല്ലാവരുടെയുമായിട്ട് വേണം, അങ്ങനെ ഒരാളിന്റെ മാത്രം ചെയ്തിട്ട് നാളെ അത് ശരിയാകൂല എന്ന്. പക്ഷെ ഇന്ന് നടക്കുന്നത് ആരും പറയാതെ തന്നെ കുറച്ച് കാശും കാര്യങ്ങളുമുള്ള, അറിഞ്ഞ കാര്യമാണ് പറയുന്നത്, കുറച്ചും കാശ് കാര്യങ്ങളുമുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തിന്റെ ഇനി ഊറ്റാം, അതാണ് ചെയ്യുന്നത്. ഊറ്റി ചണ്ടിയാക്കി എടുക്കേണ്ട ചാർ മൊത്തം, ഈ കരിമ്പിന്റെ ചാറെടുക്കും പോലെ എടുക്കേണ്ട ചാർ മൊത്തം എടുത്തിട്ട് ചണ്ടിയാക്കി പുറത്തെറിയും. ഇപ്പൊ അതാണ് സംഭവിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ പണം അവരെ ഊറ്റിയെടുക്കുന്നത് വരെ അണ്ണ, ചേച്ചി, മാമി, അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് ദേ ഗുരു കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അമൃതാഞ്ജലിനെ കൊണ്ട് കാണിക്കും. കാണിച്ചിട്ട് ഒരു കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു ആപ്പിളൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ നമ്മൾ വിശ്വാസത്തിന്റെ പുറത്തേ നമ്മൾ വീണുപോകും. തീർച്ചയായിട്ടും. എന്നിട്ട് എഴുതി മേടിച്ചിട്ട്, നമ്മളൊക്കെ അതിന്റെ ഒരു ഭാഗമാണല്ലോ. തീർച്ചയായിട്ടും എഴുതി മേടിച്ചിട്ട് പിന്നെ മാമനാ, ചേച്ചിയാ, ആന്റിയാ, ഏത്, എപ്പോ, ഈ രീതിയിൽ ആയി കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ വഞ്ചിച്ചതാണെന്ന്. ഇതൊരു വ്യക്തിയല്ല, ഞാൻ ഈ പറയുന്ന ഒരു വ്യക്തികളെ കുറിച്ചല്ല. ഇന്ന് അവിടെ പ്രിവിലേജ് കിട്ടിയിരിക്കുന്ന അവരുടെ നാളത്തെ അവസ്ഥ ഇത് തന്നെയാണ്, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സന്യാസിയാകാൻ വേണ്ടി ഈ എന്താ പറയുക അവരുടെ ഒരു ട്രെയിൻ ഇതുണ്ട്. അങ്ങനെ മോളെ വാ, മോള് ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളായിരിക്കണം, ജെന്നി തിരക്കി, മോൾക്ക് മറ്റേതാണ് മറിച്ചാണ്, ഒരുപാട് കപട ദൃശ്യങ്ങൾ പറയും, മോളുടെ ആത്മാവ് ഭയങ്കര ഉയർന്ന ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെയൊക്കെ സന്യാസമാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. പിന്നെ ഒതുക്കപ്പെട്ട് ഏതെങ്കിലും മൂലക്കിരുത്തി ആ വസ്തുക്കളെല്ലാം എഴുതി മേടിക്കും. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞ ഒരു കാര്യം, ചന്ദ്രബാബുവിന് അറിവുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഗുരുരത്നം ജ്ഞാന തപസ്വിയുടെ മകള് ബ്രഹ്മചാരിണിയായിട്ട് നിന്നിട്ട് വിവാഹം കഴിഞ്ഞതായിട്ട് ഫോട്ടോയൊക്കെ ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ അവരുടെ മക്കളെ അവര് സമയത്തിന് സേഫാക്കുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. പിന്നെ ഒരാളെ ഇപ്പൊ സന്യാസിനും ആക്കിയിട്ടുണ്ട്. അത് എന്തുദ്ദേശിച്ചാണെന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ അറിയാൻ പറ്റത്തില്ല. എന്നും കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കണമെന്ന് അൽച്ചേർത്തന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ചവിട്ടുപടിയായിട്ടായിരിക്കും ചിലപ്പോൾ അതിന് ഉപയോഗിച്ചേക്കണം. ഇപ്പൊ നാളെ ഒരു ദർശനം കിട്ടിയെന്നും പറഞ്ഞ് ആ കൊച്ചിനെ ശിഷ്യപൂജിത, അടുത്ത ശിഷ്യപൂജിതമാക്കി പ്രഖ്യാപിക്കാൻ പാടില്ലെന്നില്ല. അത് എന്താ മനസ്സിലാക്കാതെ നമ്മുടെ മണ്ടന്മാരായ വിശ്വാസമോ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒരുപാട് അപജയങ്ങൾ, ഇപ്പം മദ്യകേസ് വന്നാൽ തന്നെ ഒരു സ്ത്രീ ഗുരുനായിട്ടുള്ള വിഷയം വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, അത് ഗുരു നോക്കിക്കോളൂ. കണ്ണും മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഗുരു നോക്കാനാണെങ്കിൽ പിന്നെ ഗുരു ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇപ്പം നമ്മുടെ മക്കളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ ശൈശവാവസ്ഥയിൽ നമ്മൾ അവരെ കാര്യങ്ങളെല്ലാം നോക്കും. അവർ വലുതായി കഴിയുമ്പോൾ അവരെ കുളിപ്പിക്കാനാണ് നമ്മളവരെ പ്രാഥമിക കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടും. അതുപോലെ ഗുരു വന്ന് നമ്മളെ എല്ലാം ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതനുസരിച്ച് ജീവിക്കുക മാത്രമാണ് നമ്മൾ. സാധാരണ ആശ്രമത്തിന്റെ നമ്മൾ ആദ്യം സംസാരിച്ചല്ലോ, ഗുരുവിന് ഇത് കൊടുത്തപ്പോൾ ആ അറിവായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് ആശ്രമത്തിന്റെ വസ്തുവകകൾ, ജനറൽ സെക്രട്ടറി എന്നുള്ള പേരിൽ. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇപ്പോഴും വസ്തുവകകൾ വാങ്ങിക്കുന്നത് സ്വന്തം സന്യാസിമാരുടെ സ്വന്തം പേരുകളിൽ, ജനറൽ സെക്രട്ടറിയുടെ പേരിലല്ല, ഏതൊരു സന്യാസിയുടെ പേരിലും വസ്തുവകകൾ വാങ്ങിക്കാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗുരു ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഓരോ പ്രോപ്പർട്ടികൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നാളെ വിൽക്കാൻ വേണ്ടിയല്ല, മനസ്സിലായ? അത് ആശ്രമത്തിൻ്റെ അസറ്റാണ്. അത് വിശ്വാസി പരമ്പരയുടെ സമർപ്പണവും എല്ലാം കൊണ്ടും പിന്നെ ദാനം ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഗുരു വസ്തുവകകൾ ഗുരുവിൻ്റെ കൂടെ ആടിയപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രമത്തിൻ്റെ ഇതിലെല്ലാം ആടിയപ്പെട്ടിരുന്നു. ഗുരുവിൻ്റെ അപൂർവം ചില വസ്തുവകൾ മാത്രമാണ് ഗുരുവിൻ്റെ പേരിൽ ഗുരു വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ജന്മഗൃഹം പോലെ ചില പ്രധാനപ്പെട്ട വസ്തുവകൾ പലരെ വ്യക്തിപരമായിട്ട് കൊടുക്കുമ്പോഴും ഗുരുവിൻ്റെ പേരിലുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പക്ഷെ അല്ലാതെ ഇപ്പം ഇത് വ്യക്തിപരമായിട്ട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിയുടെ മേടിക്കുമ്പോൾ അത് വിൽക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് കൂടണം, മീറ്റിംഗ് കൂടി അത് പാസ്സാകും. പിന്നെ ഒരുപാട് പ്രൊസീജിയറുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വിചാരിച്ചാൽ വിൽക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ചില ഇപ്പം സമർപ്പിക്കാൻ പോയാൽ പോലും അമൃതാജിനി പറയുന്നത് വെച്ചാൽ ഇപ്പം വേണ്ട, ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ആൾക്കാർക്ക് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അത് ഭാഗം ചെയ്ത് ഇടിയാണ് ആ സ്ഥലം. എന്നിട്ട് അവരുടെ പേരിൽ നിന്ന് തന്നെ അത് മറിച്ച് വിൽക്കുന്നൊരു പരിപാടിയാണ്. ഗുരു ഇപ്പോൾ പറയണ ആ സ്ഥലം വിറ്റ് പൈസ കൊണ്ടുവരാനാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ലിക്വിഡ് ക്യാഷ് ആകുമ്പോൾ ഇവർക്ക് വേറെ ഒന്നും പ്രശ്നമല്ല. ഇവർക്ക് എന്തിനു വേണമെങ്കിലും അത് ഉപയോഗിക്കാം, ഇവരുടെ സ്വകാര്യപരമായ കാര്യങ്ങൾ. അതിനൊരു കണക്കില്ലല്ലോ. അതിന് കണക്കില്ല. ഇല്ല, മൊത്തത്തിലെ ഒന്നിനും കണക്കില്ല. അല്ല, ഒന്നിനും കണക്കില്ല. പിന്നെ പേരിന് മാത്രം ഒരു കണക്കുണ്ടാക്കി എവിടെയോ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായത്? സമയത്ത് ആഴത്തിൽ പരിശോധിച്ചാൽ പക്ഷെ കണക്കിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഞാൻ മുന്നേ ഏതിലോ പറഞ്ഞിട്ടുണ്ട്, ഗുരു ഉള്ള സമയത്ത്, ഗുരു ശരീരത്തോട് ഇരുന്ന സമയത്ത് ഏതൊരു ഫംഗ്ഷൻ ആയാലും ശരി, ഇങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങൾ, അതായത് വസ്തുവകകളായാലും ശരി, എന്തായാലും ശരി, അത് നടന്ന് അതിൻ്റെ ആ പലരോടും ഉള്ള ആ കാശ് കൊണ്ടാണത് ചെയ്തതെങ്കിൽ അതിൻ്റെ കണക്ക് അവതരിപ്പിക്കുകയും അവിടെ കൂടി നിൽക്കുന്നവരോട് ചെന്ന് എടാ കണക്ക് ചോദിക്കേ, നീ ചെന്ന് ചോദിക്കേ എന്ന് പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ആയിട്ടും നമ്മുടെ പർണശാലയുടെ ബാക്കി എല്ലാ വകകളും നമുക്ക് മാറ്റി വെച്ചിട്ട് പർണശാലയുടെ കണക്ക്, താമര പർണശാലയുടെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ട് ഗുരുവിന്റെ രൂപം പണിയാനെന്ന് പറഞ്ഞ അവിടുന്ന് ഒരുപാട് സ്വർണം പിരിച്ചു. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചതോ ഒരു ഛായാചിത്രം. എന്നിട്ട് ആ സ്വർണം എത്രയുണ്ട്, എങ്ങനെയുണ്ടെന്ന് ഈ വിശ്വാസികൾ അറിയുകയും ചോദിക്കുകയും ചെയ്യേണ്ടത് അവരുടെ കൂടെ ഒരു ഇതാണെങ്കിലും അറിയിക്കേണ്ട ഒരു ബാധ്യത ഇവർക്കില്ലേ? തീർച്ചയായിട്ടും. അത് ഇവർ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ആയിട്ട്? അത് ചെയ്തിട്ടില്ല. അതിന് ഇവർ പറയുന്നൊരു ന്യായം എന്താണെന്ന് അറിയാമോ? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഗുരുവിൻ്റെ യഥാർത്ഥ പർണശാല പൊളിച്ച് അതിൻ്റെ ചുറ്റും നിന്ന് ഗുരുവിൻ്റെ വൃക്ഷങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരുവിൻ്റെ ആ വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ജീവനുകളുടെ ജന്മമാണെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഗുരുവിനോട് ജന്മജന്മാന്തരമായിട്ട് പിന്നെയുള്ള ജീവനുകൾ ആണ് ഗുരു. ഓരോ ഇതായിട്ട് ആ പ്ലാവിനെക്കുറിച്ചും മാവിനെക്കുറിച്ചും അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഞാവലുണ്ടായിരുന്നു, നെല്ലി ഉണ്ടായിരുന്നു, അങ്ങനെ ഒട്ടനവധി വൃക്ഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ മുറിച്ച് അവിടെ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചവർ എങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് വെച്ചപ്പോൾ നമ്മുടെ ഒരു ആത്മബന്ധം ചോദിച്ചു, അമൃതായനി ഇന്ന പോലെ ഗുരു എത്ര കാര്യമായിട്ട് നട്ടു വളർത്തിയതാണ്, അതൊക്കെ ഇപ്പോൾ മുറിച്ചത് മാത്രമല്ല അത് സൂക്ഷിക്കുമെന്നും പറഞ്ഞാൽ മുറിച്ചു. എന്ന് വെച്ചാൽ ഗുരുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് മുറിക്കുന്നത്. ദർശനത്തിലേ അനുവാദം ചോദിച്ചിട്ടാണ് മുറിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവെണ്ണാൾ പൊതിഞ്ഞ് വെച്ച് പിന്നെ അതിനെ കൊണ്ട് കളഞ്ഞു. മനസ്സിലായി? അപ്പം അന്ന് ചെന്ന് ചോദിച്ചപ്പോൾ ഇത് നീറി ഉണങ്ങി പോണ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമൃതാജിനി പറഞ്ഞത് അത് ഗുരു നോക്കിക്കോളൂന്നാവും. മനസ്സിലായി? അപ്പം എല്ലാം ഇവരാണ് പറഞ്ഞു വിടുന്നത്, അത് ഗുരു നോക്കിക്കോളും, അത് ഗുരു നോക്കിക്കോളും. അതാണിപ്പോൾ ഈ പരമ്പരയുള്ള ഓരോ വിശ്വാസികളും പറഞ്ഞു പാടി നടക്കുന്നത്. ഗുരു എന്ത് നോക്കാനാണ്? എല്ലാ കാര്യം പറഞ്ഞു തന്നിട്ടില്ലേ ഗുരു? ഈ പരമ്പര എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ വോയിസുകളുണ്ട്. ഇപ്പം ഗുരുവിൻ്റെ ഗുരുവാണികൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ കൊടുക്കുന്നില്ല? കാരണം അതിലൊക്കെ സത്യങ്ങളുണ്ട്. ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്ന ഇന്നത്തെ കാപട്യങ്ങൾ തിരിച്ചറിയും ഗുരുവാണികൾ കേട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവർക്ക് ഗുരുവാണികളോടും ഭയം. ഗുരുവാണി കേൾപ്പിക്കുന്നുണ്ട് അവര്, ഗുരുവാണി ദിവസവും കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഗുരുവാണികൾ എടുത്തു നോക്കിയാൽ ഗുരുവിന്റെ വാണികളുമായിട്ട് ഏതൊരു ബന്ധമില്ലാത്ത വാണികളായി. എങ്ങനെ കേൾപ്പിക്കുന്നു? ഗുരുവിന്റെ വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. വോയിസിലല്ല, അവരുടേതായ രീതിയിൽ. അത് അഭിനവ ഗുരുവും അനിൽ ചേർത്തലൈ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആ ഗുരു. അനിൽവാണികൾ എന്നാണ് അതിന് പറയേണ്ടത്. മനസ്സിലായി? അമൃതവാണികളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അമൃതവാണി എന്ന് വെച്ചാൽ ഗുരു എഴുതിയ ഗുരു ഇറക്കിയ ബുക്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ അമൃതാജിനിയുടെ വാണികളെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത്രക്ക് ഈ അനിൽ ചേർത്തലയുടെ കയ്യിലെ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. അദ്ദേഹത്തിന് രാവിലെ തോന്നിയാണ് ഇന്ന എഴുതാം. കാരണം എഴുത്തുകാരനും മറ്റേ ഗാനരചയിതാവൊക്കെ അല്ലേ. അപ്പം അദ്ദേഹത്തിന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഗുരുവാണി
എന്നും പറഞ്ഞ് ഇറക്കി പിടിക്കും. അതാണ് പറഞ്ഞത് ഞാൻ. ദിവസം ഒരു ഗുരുവാണി ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഗുരുവാണിയുമായിട്ട് ഏതൊരു ബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞ എഴുത്തു ഗുരുവാണി പോലും അല്ല, അതിൽ പോലും ഒരുപാട് തെറ്റുകൾ പഴയ കാലത്തും വന്നിട്ടുണ്ടാകാം. മനസ്സിലായോ? ഇപ്പൊ ഒരു ശിഷ്യൻ എഴുതിയെടുക്കുമ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതുപോലെ വരണമെന്നില്ല. അതേ സമയത്ത് ഗുരുവിന്റെ ശബ്ദത്തിൽ ഗുരു നേരിട്ട് സംസാരിച്ചത് പരമ്പരേനെ കേൾപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് വ്യക്തമായിട്ട് മനസ്സിലാവൂലേ കാര്യങ്ങൾ. അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതവര് ബോധപൂർവം ആദ്യകാലത്ത് കേൾപ്പിച്ചിരുന്നു, പക്ഷെ പിന്നീടാണ് ഇതിന്റെ ഒരു അപകടം മനസ്സിലായത്. ഇവര് കള്ളത്തരം ചെയ്യാൻ പോയല്ലേ. അപ്പൊ കള്ളത്തരം ചെയ്യുന്നതിന് മുമ്പ് ഈ ഗുരുവാണി അവിടെ ഇട്ടപ്പോൾ ആരോ ഇരുന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ് ഒരാൾ ഉറങ്ങി എന്നാൽ പിന്നെ ഗുരുവാണി കേൾക്കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഗുരുവിന്റെ കുടിലിരുന്ന് ഗുരു സംസാരിക്കുമ്പോൾ ഞാനിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇരുന്ന് ഉറങ്ങുന്നത്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുന്ന് ഉറങ്ങുമെന്ന്. കാരണം എല്ലാ ഗുരുവാണി എല്ലാവരെ കൊണ്ടും അത് ഉൾക്കൊള്ളാനും അത് അങ്ങനെ എന്തോ അതിൻ്റെ ഒരു വശമുണ്ട്. അപ്പോൾ ചിലരങ്ങ് ഉറങ്ങിപ്പോകും, ചിലർ ഉണരും, ചിലർ ഉണർന്നിരിക്കും, ചിലർ ഉറങ്ങും, ചിലർ ശരിക്കും കേൾക്കും. അങ്ങനെ അതൊക്കെ അപ്പോൾ ഗുരു ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അന്ന് നമുക്ക് ഗുരു ഡെയിലി സംസാരിക്കുകയും മനസ്സിലായി. ഇന്ന് ഗുരുവാണി കേൾക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഗുരു നാളെ സംസാരിക്കുമല്ലോ, നമുക്ക് കേൾക്കാമല്ലോ. ഇന്നും സംസാരിക്കും. ഗുരു നമ്മളുടെ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളാരും ചിന്തിച്ചിട്ടില്ല. ഇല്ല. അതേസമയത്ത് ഇപ്പെന്ന് പറഞ്ഞാൽ ഒരു ഗുരുവാണിയുടെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ സസൂക്ഷ്മ ശ്രദ്ധയോടെ കേട്ടിരിക്കും, ഇല്ലേ? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. തീർച്ചയായിട്ടും. കാരണം അത് നമുക്ക് കിട്ടാൻ കനിയാണ്, അതുകൊണ്ട് നമ്മൾ കേൾക്കും. അപ്പൊ അതുപോലെയാണ് പരമ്പര. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഗുരു സംസാരിച്ച പണ്ട് ഈ പറഞ്ഞ പോലൊരു അവസ്ഥയിലാണ്. എങ്ങനെ? അന്ന് നമുക്ക് നമ്മുടെ പ്രായത്തിൻ്റെതാകാം, നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ ആത്മീയതയുടെ കുറവുകൊണ്ടാകാം, നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. അതേസമയത്ത് പ്രായം കൂടുന്തോറും നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കൂടും, ആത്മീയതയുള്ള ഒരു അറിവും കഴിവും കൂടും. അപ്പം അതുകൊണ്ട് ഇപ്പം അത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് 10% ആണെങ്കിൽ ഇന്നൊരു 80% മനസ്സിലാവും. 100% ഞാൻ പറയുന്നില്ല, പക്ഷേ 80% കാര്യങ്ങൾ ഗുരു പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. മനസ്സിലായേ? അതേസമയത്ത് അത് കേൾക്കാതിരുന്നാൽ നമ്മുടെ ആ പഴയ അറിവോ 10% നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ പരമ്പരയ്ക്ക് ഇവർ നിഷേധിച്ച് ഏറ്റവും വലിയ ഒരു എന്താ പറയുക സമ്പത്തടിച്ചു മാറ്റുന്നതിലല്ല നമ്മൾക്ക്. അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഗുരുവാണിയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് കട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും, പക്ഷേ പരമ്പരയെയോ ആശയത്തെയോ നശിപ്പിക്കാൻ കഴിയില്ല. ആ ഒരു അറിവാണ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതിലേക്ക് ആഴത്തിൽ എന്താ പറയുക ശത്രുക്കൾ പ്രബലരാണെന്ന് പലരും പറഞ്ഞിട്ടും ഗുരു പറഞ്ഞ വാക്കാണ് സംഭവിച്ചിരിക്കും, ഇല്ലേ? അത് വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്താൽ മതി, ഗുരു ചെയ്യേണ്ട ഗുരു ചെയ്യും. പക്ഷേ എന്നാലും ഈ ഗുരുവാണിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗുരു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് വരും തലമുറയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വരും തലമുറയ്ക്ക് കൊടുക്കണമെങ്കിൽ നമ്മളും കുറച്ച് അറിഞ്ഞിരിക്കണ്ടേ? തീർച്ചയായിട്ടും. നമ്മൾ സത്യാവസ്ഥ എന്തെന്ന് 100 അല്ലെങ്കിൽ ഒരു 50% അറിഞ്ഞാലേ നമുക്കൊരു ഇപ്പോഴത്തെ ഈ ഗുരുവാണി ഈ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ഗുരുവാണികൾ അത് കേട്ടിട്ട് നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പിള്ളേർക്ക് ഈ മോശമായ ഗുരുവാണികൾ, മോശം എന്ന് പറഞ്ഞാൽ കൊണ്ട് ചന്ദ്രബാബു സാധാരണ പറയാറില്ലേ, അതിലെ പാലില് വിഷം കലർത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഗുരുവാണികൾ കൊണ്ട് ഗുരു ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിനെ കടക്കൽ കത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കടക്കൽ വിഷം പുരട്ടി കത്തിയാണ് വെച്ചേക്കുന്നത്, വെറും കത്തിയല്ല. എന്നുവെച്ചാൽ കത്തി വെച്ചത് ചിലപ്പോൾ ഇനി ഉണങ്ങിയാലും ആ വിഷം കൊണ്ടെങ്കിലും കരിഞ്ഞു പോകണം എന്നുള്ളതാണ് ആശയവും പ്രസ്ഥാനവും ഗുരുവിൻ്റെ ലോകനന്മയ്ക്ക് വന്ന. അതുകൊണ്ടല്ലേ ഇവർ ചെയ്യുന്ന എന്താണ് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത്? എന്തിനാണ്? സത്യം മനസ്സിലാക്കരുത്. കുട്ടികൾ സത്യം മനസ്സിലാക്കാതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, കുട്ടികൾ നന്മയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഫ്ലെക്സ് വെക്കാൻ പോകാനായിട്ട് കുട്ടികൾ വരത്തില്ല. ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഗുരുസ്വാമി എന്ന് പറഞ്ഞ ആൾ ഒരു സ്ഥലത്ത് കല്ലിടാൻ പോയി, ഒരു അമ്പലത്തിൽ എന്താ പറയുക ഒരു ഭദ്രകാളിയുടെ ഒരു ശില ഇടാൻ പോയി, അമ്പലത്തിൽ കല്ലിടാനോ ശിലയിടാനോ പ്രഭാഷണം ഇതിനൊക്കെ പോകും, പല കാര്യങ്ങളുണ്ട് ഉണ്ടാവും. അപ്പൊ അവിടെ പോകുന്നതിന് പ്രത്യേക PR വർക്ക് ഉണ്ട്. ഓരോ സ്ഥലത്ത് ഇപ്പൊ ഒരു ക്ലബ്ബാണെങ്കിലുള്ള ഇദ്ദേഹത്തിന് ഒരു വിഹിതം കിട്ടും. സാധാരണ ഓരോ വ്യക്തികളെ ചെലവ് കൊടുത്താണ് കൊണ്ടുവരുന്നത്, ഇല്ലേ? ഇയാൾ അങ്ങനെയല്ല. ഇയാൾ അവിടെ ചെല്ലുന്നതിന്
പ്രത്യേക പൈസ കൊടുക്കും. രക്ഷാധികാരിയായിട്ട് വെക്കണതിന് പൈസ കൊടുക്കും. എന്റെ പേര് മുന്നിൽ വെക്കണം, എൻ്റെ പേര് വലുതായിരിക്കണം ഒന്നത്. രണ്ടാമത് എൻ്റെ ഫ്ലെക്സുകൾ ഞാൻ വെപ്പിക്കും ഇവിടെ എൻ്റെ ആൾക്കാരെ വെച്ച്. അത് പുറത്തല്ല കൊടുക്കുന്ന ഇയാൾ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് മദ്യം മേടിച്ചു കൊടുക്കും, മയക്കുമരുന്ന് മേടിച്ചു കൊടുക്കും, അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കും. എല്ലാ പരിപാടി എന്തൊക്കെ വൃത്തികേടുണ്ടോ അതെല്ലാം പിള്ളേരെ അതിനൊക്കെ വശംബദ്ധരാക്കും. പിള്ളേർ വീട്ടിൽ നിന്ന് വന്നെന്ത് പറഞ്ഞാണെന്ന് അറിയുമോ? ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരുവിന് വേണ്ടി കർമ്മം ചെയ്യാൻ. വീട്ടുകാർ വിശ്വസിച്ചിരിക്കുന്ന രാത്രി ഗുരുവിന് വേണ്ടി വേല ചെയ്യാൻ നിൽക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് വേല ചെയ്യുന്നത്? ഇവൻ്റെ കയ്യിൽ നിന്നുള്ള ഈ പറയുന്ന കാര്യങ്ങൾ മേടിച്ച് അനുഭവിച്ചിട്ട് പിള്ളേർ ആശ്രമത്തിൻ്റെ വണ്ടിയിൽ ഈ പറയുന്ന ശിലാസ്ഥാപനത്തിൻ്റെ ബോർഡുകൾ സ്ഥാപിക്കുന്നിടത്ത് ബോർഡുകൾ വെക്കും. കർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു 99 അത് കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം വരെ നമ്മൾ ആശ്രമത്തിലെ, അത് ബ്രാഞ്ചാശ്രമങ്ങളിലായാലും ശരി ഹെഡ് ആശ്രമത്തിലായാലും ശരി, പോയി കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന ചില കർമ്മങ്ങൾ അവിടെ കാണും, അത് ചെയ്യിപ്പിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രാഞ്ചാശ്രമങ്ങളിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ട് ചെയ്ത് അതിന് നിവാരണം ചെയ്യും. ഇന്ന് അതിലേക്ക് കർമ്മം ചെയ്യാൻ അവിടെ ഒന്നും ഇല്ലല്ലോ. എല്ലാവരെയും ആൾക്കാരല്ലേ വെച്ചേക്കുന്നത്, ജോലിക്കാരല്ലേ വെച്ചേക്കുന്നത്, അതും ഹിന്ദിക്കാരല്ലേ വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊന്ന് തൂത്തുവാരി ഒരിടത്തിനെ ഒന്ന് വൃത്തിയാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റൂലല്ലോ. അത് കർമ്മമല്ലല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ജോലിയാണ്, ജോലിക്ക് കൂലി ആ സമയത്ത് കിട്ടത്തില്ല, അവർക്ക് വേണ്ടപ്പെട്ടവർ കിട്ടും. ഇപ്പം ശമ്പള സ്കെയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം അധികാര സ്ഥാനത്ത് ആരായിരിക്കുന്നു? ഈ അമൃതാജന്യ എന്ന് പറയുന്ന അവരുടെ ബന്ധുക്കളും ഈ ഗുരുരത്നം എന്ന് പറയുന്നവൻ്റെ ബന്ധുക്കളും അവൻ്റെ സന്തത സഹചാരികളും അവന് വേണ്ടപ്പെട്ട ഉപജാപക വൃന്ദങ്ങളാണ്. അവർക്ക് കൃത്യമായിട്ട് എന്താ പറയുക ശമ്പളം കിട്ടും, മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. ഗുരുവിനെ സ്നേഹിച്ച് ഗുരുവിൻ്റെ ആശയത്തെ വിശ്വസിച്ച് വന്നിരിക്കുന്നവരൊക്കെ ഹോണറേറിയം പോലും കൃത്യമായിട്ട് കൊടുക്കത്തില്ല. കാരണം ഇവന്മാരൊക്കെ ഇവിടുന്ന് പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായേ? ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ എന്താ പറഞ്ഞേ, വെറും 25 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഗുരുവിന്റെ കുടുംബക്കാരെ ഇന്ന് ആരെ എടുത്തു നോക്കിയാലും ചന്ദ്രബാബു പറഞ്ഞതുപോലെ അവരുടെ സ്ഥിതി എന്തെന്നും ഈ 25 വർഷത്തിന് 2 വേഴവട്ടം കൊണ്ട് ഈ ഗുരുരത്നം ജ്ഞാന തപസി അദ്ദേഹത്തിൻ്റെയും അമൃത ജ്ഞാന തപസ്വിനിയുടെയും കുടുംബാംഗങ്ങളെ ആദ്യകാലത്തെ സ്വത്ത് കാര്യങ്ങളും ഇപ്പോഴത്തെ സ്ഥിതിയും കണ്ടാൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ അതിനാണ് അവർ പറയുന്നത് അമൃതാജന്യ കോടീശ്വരിയായിരുന്നു, കോടീശ്വരൻ്റെ മകളായിരുന്നു, അവിടെ ചായക്കച്ചവടം വരുന്നു, ചായക്കട നടത്തിയിരുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നിട്ടാണ് ഇവർ ഇതിനെ എന്താ പറയുക, അറിവുള്ള കാര്യത്തിൽ തന്നെയാണ് പിന്നെയും പൊലിപ്പിച്ച് പറയുന്നത്. അപ്പൊ പഴയ ആൾക്കാരെയൊക്കെ ഇവർ ചായക്കട, അമൃതാജന്യയുടെ അച്ഛൻ ചായക്കട നടത്തിയിരുന്ന കാര്യവും ഗുരുരത്നം ജ്ഞാനയുടെ അച്ഛൻ ഒരു ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയായിരുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അത് ഓഫീസറാക്കുകയോ എന്തൊക്കെയോ ഒക്കെ ചെയ്തെന്ന് അറിയാം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അല്ല, അത് വിശ്വസിക്കുന്ന ആരാണെന്നറിയാമോ? പുതിയതായിട്ട് വന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റും, പഴയ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പഴയ ആൾക്കാരോട് ഇവിടെ നിന്ന് കളയണമെന്നുള്ളത്. പൂർവ്വകാല ചരിത്രങ്ങളും ഇവരുടെ പൂർവ്വകാല കള്ളത്തരങ്ങളും. ഇപ്പം നിസ്സംഗാജന്യെ തന്നെ എന്തുകൊണ്ടാണ് നിസ്സംഗാജന്യ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? അന്ന് നടന്ന അവസ്ഥാപൂർത്തീകരണ നാടകമൊക്കെ ജന്നി മനസ്സിലാക്കിയില്ലേ? കൂടെ നിന്നതല്ലേ? അപ്പൊ ജന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കുന്ന ആൾക്കാരെയൊക്കെ ഇവർ പുറന്തള്ളാൻ ശ്രമിക്കും. മനസ്സിലായി? അതേസമയത്ത് പുതിയ ആൾക്കാരെ വെച്ച് എന്താ പറയുക പാടിച്ച് ഇതെന്തോ വലിയൊരു സംഭവമാണ് ജന്നി. പിന്നെ ഗുരുവിൻ്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയുണ്ടെങ്കിൽ ബ്രഹ്മം 73 എന്താണ് പറഞ്ഞത്? ഉദ്ദേശിച്ച കാര്യം സഫലമായെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ഇനി ഒരു ഗുരു വന്നിട്ട് നിയന്ത്രിക്കേണ്ട കാര്യം എന്താണുള്ളത്? അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അവസ്ഥാപൂർത്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ പരമ്പരയ്ക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ഗുരു എവിടെയാണ് ഇങ്ങനെ ഒരു നാടകം കാണിച്ച് അവസ്ഥാപൂർത്തീകരണം ചെയ്തത്? ഇതാണ് ഇത്രയും ശരി. ഗുരു ഉണ്ടായിരുന്ന ആ സമയത്ത് ഗുരുവിന്റെ അവസ്ഥകൾ പൂർത്തിയായത് ഗുരു തന്നെ പറയുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ത്രിമൂർത്തിയിൽ നിന്ന് മുകളിലുള്ള അവസ്ഥകൾ അങ്ങനെ മാറിപ്പോയതെന്ന്. അപ്പൊ ഏതവസ്ഥയിലാണ് ഗുരു ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? അത് ചോദിക്കാൻ അന്നത്തെ കാലത്ത് ആംബിയറുള്ള മനുഷ്യരില്ലായിരുന്നു, ശിക്ഷകണങ്ങളില്ലായിരുന്നു. അഥവാ ചോദിച്ചിട്ടുള്ളവരാ ഇവർ തല്ലി ഓടിച്ചിട്ടുണ്ട്, കള്ളക്കേസിൽ പെടുത്തിയിട്ടുണ്ട്,
ഇവര് കള്ള ആരോപണങ്ങൾ പണം അടിച്ചു മാറ്റി ഒരുപാട് ആരോപണങ്ങൾ. ഇപ്പൊ വിനായക് സാറിനെ തന്നെ അതിൽ നിന്ന് വേറൊരു ഇടയ്ക്കാണ്, അതിൽ നിന്ന് എനിക്ക് വളരെ വളരെ മ്ലോച്ഛമായി തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാനിതൊരു ജനലിൽ നിന്ന് അറിഞ്ഞതാണ്. ഈ നമ്മള് വെള്ളം കൊടുക്കുമ്പോൾ പോലും, ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ ഈ കൈ വിരലുകൾ സ്പർശിക്കരുതെന്നാണ്. ഒരു പുരുഷൻ കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ വിരലിൽ സ്പർശിക്കാൻ പാടില്ല. എന്നിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ, അത് ജനനിയായാലും ബ്രഹ്മചാരിയായാലും ബ്രഹ്മചാരിണിയായാലും സാധാ ഗൃഹസ്ഥരായാൽ തന്നെയും ആശ്രമ അന്തരീക്ഷത്തിനകത്ത് സംസാരിക്കുകയാണെങ്കിൽ അധിക സമയം നിന്ന് സംസാരിച്ച് നിൽക്കാനോ ഒന്നും പാടില്ല. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ സ്ഥലത്ത് പല ഫോട്ടോകൾ കണ്ടിരിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഗുരുരത്ന ജ്ഞാന, ഇപ്പോഴത്തെ നവഗുരു എന്ന് പറയുന്ന ജനനിയെ പിടിച്ചു വെച്ചേക്കും. ഇത്രയും ജനനിമാരുണ്ടായിരുന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ട് ഇദ്ദേഹം ചെന്ന് പിടിക്കണം? അത് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഇവര് അവസ്ഥാപൂർത്തീകരണ വേളയിൽ ഗുരുരത്നന്റെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടി ഇവർ കെട്ടിപ്പിടിച്ച് കിടന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് കണ്ട അന്നത്തെ ഗുരുവിന്റെ കൂടെ നിന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു വിചിത്ര സംഭവമായിട്ട് തോന്നും. യോഗപ്രശ്നം വരുന്നു, ഇങ്ങനെയുള്ള അവസ്ഥാപൂർത്തീകരണ നാടകങ്ങൾ കണ്ടപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാനൊക്കെ ചെന്നപ്പോൾ ഈ കണ്ട കാഴ്ചകളാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആശ്രമത്തിലെ അന്തേവാസികളായ അന്നത്തെ എല്ലാ പ്രബുദ്ധരായ ആൾക്കാരും പറയുന്നതെന്ന് വെച്ചാൽ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അതെ, അതിന്റെ കൂടെ കാരണം അമ്മയും മകനുമാണ്. അത് തന്നെ, അത് മറ്റേ എന്താ പറയുക, യോഗപ്രശ്നം സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ പാട്ടുകാര സ്വാമി ഉണ്ടല്ലോ, സ്നേഹാൻ എന്ന് പറയുന്നത്, അയാൾക്ക് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ഈ ജനപുഷ്പം എന്ന് പറയുന്ന ആ സ്വാമി, അവരൊക്കെ ഒരുപാട് സിനിമാ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒന്നിച്ച് കിടക്കുന്ന ഒരു വേളയിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയും മകനുമായിട്ട് കണ്ടാൽ മതി. മനസ്സിലായി? ആ സ്ഥാനത്ത് ഈ വയറ് ചുറ്റിപ്പിടിക്കുന്നതൊക്കെ അന്ന് അത് പറയാമെങ്കിൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ. മനസ്സിലായ? അപ്പൊ അന്നത്തെ ഇത് മനസ്സിൽ കുറെ ആൾക്കാർ അതും വിശ്വസിച്ചു. എന്താണ്, ഇനി അങ്ങനെയും ഉണ്ടാകാം. പക്ഷെ ബുദ്ധിയും വിവരവും ഗുരുവോടത്തുള്ള അനുഭവ ആ ഒരു ഇതുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കാണാത്ത കാഴ്ചകളാണിത്. ഈ നിസ്സംഗാജന്യ പറഞ്ഞതുപോലെ എന്താണ് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ. പിന്നെ ക്ഷീരബല പ്രയോഗം എന്താണ്, ആരാണ് നടത്തിയത്? നമ്മുടെ നാരായണ ഡോക്ടർ എന്ന് പറയുന്ന ഇപ്പൊ സ്വാമിയാണ് അദ്ദേഹമാണ് ഇവരെ ഒഴിയിക്കുന്നത്. ഗുരു ഒരു പുരുഷന്റെ കൈ സ്പർശിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്ന് പഠിപ്പിച്ചെടുത്ത് നിന്ന് ഇത്രയും അധപ്പതിക്കാമെങ്കിൽ പിന്നെ വേറെ പല കാര്യങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ. പക്ഷെ ഇത്രയും പറഞ്ഞതിനിടയ്ക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇത് പറയുമ്പോൾ ഞാൻ ഗുരുവാണിയിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. ദർശനം എന്ന് പറയുന്ന ആ ഒരു സത്യം, ചെറിയൊരു പിഴവ്, അത് ഏത് രീതിയിലുള്ള, ഗുരു പറഞ്ഞത് വാക്കുകൊണ്ടുപോലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ പോലും, അതുകൊണ്ട് ഗുരുവാണിയിലുണ്ട്. അത് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചാൽ നോക്കി പറയാനും പറ്റും. പോലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ദർശനം കിട്ടുകയില്ല, സത്യദർശനം കിട്ടില്ല എന്ന്. അപ്പോ ഈ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇപ്പൊ ദർശനമുണ്ട്, സത്യദർശനമുണ്ട്. അതൊട്ടുമില്ല. സത്യദർശനം പോയിട്ട് ഇപ്പൊ ഒരു മിന്നാമിനിങ്ങിന്റെ ഒരു വെളിച്ചം പോലും കിട്ടുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും അധപ്പതിച്ചു പോയി. മനസ്സിലായ? ഗുരുവിന്റെ കൂടെ നിന്ന് ഒരു ഐശ്വര്യവും ചൈതന്യവും ഇതെല്ലാം കൊണ്ടാണ്, പ്രസൻസ് കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഭാഗ്യം അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിവിടെ വന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി. ഗുരുവോടത്ത് നിന്ന് ഗുരു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, യൂദാസിനെയും യേശുക്രിസ്തു ശിഷ്യനായിട്ട് സ്വീകരിച്ചാണ്. എന്നാൽ ചതിക്കുമെന്ന് അറിയാൻ മേലാത്ത ഒരു ജ്ഞാനിയാണ്, ഒരു ഗുരുവാണ് യേശുക്രിസ്തു, അറിയാം. പക്ഷെ രക്ഷപ്പെട്ട് പോണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോ ആ സമയത്ത് കിട്ടുന്ന ശിഷ്യന്മാരെ ഗുരുക്കന്മാരെ കൂടെ കൂട്ടുന്നത്. മനസ്സിലായി? അപ്പൊ ഇവരെ എന്ന് വെച്ചാൽ ഗുരുവിനെ വരെ ചോദ്യം ചെയ്യും ഇവരെ നമ്മളിങ്ങനെ പറയുമ്പോഴേ. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ചന്ദ്രബാബു പറഞ്ഞതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ശ്രീമതി ഇന്ദിരാഗാന്ധി
ഈ വെടിയേറ്റ് കിടന്ന സമയത്ത് ഉം. ദർശനത്തിൽ നോക്കി പറയാൻ പറഞ്ഞിട്ട് ഉം. ഇവരൊരു കള്ളം പറഞ്ഞു. ഉം. അവരുടെ ജീവൻ പോയിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് ഗുരുവിനെ അറിയാമായിരുന്നിട്ടും, കാരണം ഇങ്ങനെ അറിഞ്ഞിട്ടും ഗുരു കൂടെ നിർത്തുമെന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് അത് തന്നെ എത്രമാത്രം രക്ഷപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടി ഗുരു ശ്രമിക്കുമെന്നുള്ള ഒരു ഇതാണത്. അപ്പൊ ഇവർ കള്ളം പറഞ്ഞിട്ടും ഗുരു അത് കേട്ടിട്ട് ഇത് കേട്ട ഉടനെ തന്നെ കുറച്ച് പേര് പോവുകയും, പക്ഷെ ഗുരു അതിന് പല തടസ്സങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് പിന്നെ അതൊരു പത്രത്തിൽ കൊടുത്ത് ഒരുപാട് ആശ്രമം അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ അമൃതാജന്യ പറഞ്ഞത് ജീവൻ ഉണ്ട്, രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. ഇത് പത്രത്തിലേക്ക് കൊടുക്കാം എന്നാണ് അമൃതാജന്യ പറഞ്ഞത് ഗുരുവിൻ്റെ അടുത്ത്. അതേസമയത്ത് സാത്വികന് കിട്ടിയ ദർശനം എന്ന് പറഞ്ഞാൽ ജീവൻ പോയി എന്നുള്ളതാണ്. ഗുരുവിനറിയാം ഇത് ജീവൻ പോയതാണ് സത്യമെന്നറിയാം. പക്ഷേ എന്നാലും ദർശനത്തെ തള്ളിപ്പറയാതിരിക്കാൻ വേണ്ടി ഗുരു ഒരു ഉപാധി വെച്ച് എന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞത് ശരിയാണ്. ഇത് പോകാൻ ഏൽപ്പിച്ചത് ഉഷാമ്മേനെയും കുറച്ച് പേരെയാണ്. പിന്നെ ഒരു നമ്മുടെ പട്ടാളക്കാരൻ എന്നറിയപ്പെടുന്ന 4 പേരില്ലേ, അതിലൊരു പ്രമുഖ വ്യക്തിനെയും കൂടിയാണ് ഇത് ഏൽപ്പിച്ചത്. ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഗുരു ഒരു ഉപാധി വെച്ച്. ഗുരു വെച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും തടസ്സം കണ്ടാൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ദർശനം തെറ്റാണെന്നല്ല ഗുരു പറഞ്ഞു. ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ പോകുന്ന ഇതിൽ പോകരുത്. അപ്പൊ എന്ത് പറ്റി? ഇവര് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവര് പോകേണ്ട വാഹനമായ ജീപ്പ് സെൽഫ് എടുക്കുന്നില്ല, സ്റ്റാർട്ടാകുന്നില്ല. അതൊരു തടസ്സമായി. പക്ഷെ ഇവർക്ക് ആവേശം നിൽക്കുന്നു, ഇതെങ്ങനെയും പത്ര ഓഫീസിൽ എത്തണം. അപ്പം ഗുരുവിന്റെ ആ വാക്കിനെ ഇവര് ബോധപൂർവം മറന്നിട്ടാണ് ആവേശത്തിൽ അടിമപ്പെട്ടു പോയതുകൊണ്ടാണെന്ന് അറിയില്ല, തള്ളി സ്റ്റാർട്ട് ചെയ്ത് ആ വണ്ടി എടുത്തിട്ട് ഇവർ പോണ വഴി ഒരു പ്രചരണ ജാഥ വരുന്നു. മനസ്സിലായി? നിശ്ചിത സമയത്തിനുള്ളിൽ ചെന്നാൽ മാത്രമേ പത്ര ഓഫീസിൽ, നമുക്കറിയാമല്ലോ പത്രം പ്രിന്റ് ചെയ്യുന്ന ഇന്നത്തെ സംവിധാനം പോലെയല്ല. അന്ന് നേരത്തെ കൊണ്ടിട്ട് അച്ചിലിട്ട് എല്ലാം നിരത്തി വെച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ പ്രിന്റ് ചെയ്ത് വരാൻ. അപ്പോൾ ജാഥ വന്നപ്പോൾ ആ പട്ടാളക്കാരനായ ആള് മുൻപന്തി നിന്നിട്ട് ഇതൊക്കെ വകഞ്ഞു മാറ്റി അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ വണ്ടി മുന്നോട്ടെടുക്കുന്നു, അവിടെ കൊണ്ട് ഇത് കൊടുക്കുന്നു. പരമ്പര ദർശനത്തിന്റെ പേരിൽ പത്രമാധ്യമങ്ങളിൽ ഇത്രയും നാണം കേട്ട ഒരു ചരിത്രം വേറെയില്ല. മനസ്സിലായി? അത് വളരെ വ്യക്തമായിട്ട് ഗുരു എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ശിഷ്യര് മുന്നേറി ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്. ഇവരുടെ ഒറ്റ വാക്കിന്റെ പിഴവാണ്. ആ സമയത്ത് സത്യവേന്യ പറഞ്ഞത് ജീവനില്ല. കാരണം വെച്ചാൽ ആ സ്പോട്ടിൽ പോയല്ലോ, അരിപ്പ് പോലെയല്ലേ, മിഷ്യൻ കണ്ടു വെച്ചല്ലേ അടിച്ച് ഇത് ചെയ്തത്. പിന്നെ ഒരു കാര്യം സതീജന്യയുടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ക്ഷേത്രമാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഗുരു പറഞ്ഞു ചെന്നിരുന്ന് ദർശനം നോക്കാൻ. അപ്പൊ ദർശനത്തിൽ നോക്കി പറയാൻ പറഞ്ഞപ്പോൾ ഇവർ ചെന്നിരുന്നു, ഇവർക്ക് ദർശനം കിട്ടുന്നില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഗുരുവാണോ ചോദിച്ചത്, ആരാണ് ചോദിച്ചതെന്നറിയില്ല, നമസ്കരിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചു. ഗുരുവിനെ നമസ്കരിച്ചിട്ടാണ്. അപ്പോൾ തിരിച്ചാണ് നമസ്കരിച്ചിട്ട് പോയി ഇരുന്ന് നോക്കിയപ്പോൾ ദർശനം കിട്ടി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുരുവിനെ, അതാണ് ഗുരു എക്കാലത്തേക്കും ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്നും ഗുരുവിന് ആ പർണശാലയിലായാലും ശരി ഗുരുവിനെ നമസ്കരിക്കാൻ ഒരു സ്ഥലം ഒരുക്കി വെക്കുകയും ആ സ്ഥലത്ത് നമസ്കരിച്ചു പോയിരുന്നാൽ, എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്, ആ സ്ഥലത്ത് നമസ്കരിച്ചിട്ട് പോയിരുന്നാൽ മാത്രമേ ദർശനം കിട്ടുകയുള്ളൂ എന്നുള്ളതും വരുന്നത്. അല്ല, അതിനാണല്ല ഗുരു യഥാർത്ഥത്തിൽ ഗുരു സഹകരണ മന്ദിരത്തിന് 1999 മാർച്ച് 1-ാം തീയതി സഹകരണ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഗുരു പരമ്പരക്ക് എന്താ സമ്മാനിച്ചത്? എന്താണ്? തൃപ്പാദങ്ങളും. വെറും തൃപ്പാദങ്ങളല്ല, സ്വർണം കൊണ്ട് നിർമ്മിച്ച രത്നങ്ങളാൽ അലങ്കൃതമായ, എന്നുവെച്ചാൽ സ്വർണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള പവിത്രമായ ഒരു ലോഹമാണ് സ്വർണം. അപ്പം അതിൽ രത്നങ്ങളാൽ അലങ്കൃതമായ ഈ സ്വർണ്ണപാദകവും തൃക്കരങ്ങളും ഗുരു ഇട്ടണ്ട് നടന്നതല്ല. ഗുരു ഒന്ന് സ്പർശിച്ചിട്ട് അത് പരമ്പരക്ക് കൊടുക്കുകയാണ്. മനസ്സിലായ? പാദസ്പർശനം ഏൽപ്പിച്ചിട്ട്. അത് എന്തിനു വേണ്ടിയാണ്? അത് കാലത്തും വിശ്വാസികൾക്ക്, ഇപ്പൊ സഹകരണ മന്ദിരത്തിലായാലും കൊള്ളാം, പർണശാലയിലായാലും കൊള്ളാം, പ്രാർത്ഥനാലയത്തിലായാലും കൊള്ളാം, അതിന് സംരക്ഷണം ഒരുക്കിയിട്ട് എല്ലാ വിശ്വാസികൾക്കും അവിടെ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. മനസ്സിലായോ? അതിനൊരു മാതൃകയാണ് ഗുരു ഉണ്ടാക്കിയത്. അതുകൂടാതെ ഈ ദർശനത്തിലൂടെ ചതിക്കപ്പെടും പരമ്പര.
എന്നറിഞ്ഞത് കൊണ്ടല്ലേ ഗുരു എന്താ പറഞ്ഞത്? ഗുരുവിന്റെ ആ ഒരു ബൈലോ എന്താ പറയാ, ബൈലോയുടെ ചർച്ചയുടെ വേളയിൽ ഗുരു എന്താ പറയുന്നത്? 4 പേര് ആനുപാതികമായിട്ട് വർദ്ധിച്ചു വരണം സന്യാസിമാര് വരുമ്പോ. അധികാരം അവർക്ക് തന്നെ, പക്ഷെ അവരെ നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു വലയമായിട്ട് എന്നും ഗൃഹസ്ഥാശ്രമ സംഘം ഉണ്ടാകണം. അതിൽ തെറ്റൊരുത്തിന് പറ്റിയാൽ അവനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കണം, ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തണമെങ്കിൽ ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തണം. ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ കാഴ്ചയുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന കാര്യം. ഗുരുവിന് ബോധ്യപ്പെട്ട് ഈ കാഴ്ചയുള്ളവർക്ക് മുൻഗണന കൊടുത്താൽ ഭാവിയിൽ സതിച്ചടഞ്ഞ് എന്ത് ചെയ്യുമെന്നിരിക്കുന്നു. അതെ, അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് നമുക്കത് മനസ്സിലാവൂല. ഇങ്ങനെ ഒരു പിഴവ് ഗുരു ബോധപൂർവം ഇതിൽ വരുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത്? ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൽ ഇങ്ങനൊരു കാര്യം. കാരണം എന്താണെന്നറിയാം, അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ നേരിട്ട് ഗുരുവിനെ എഴുതി കൊടുത്തതെന്ന് വെച്ചു അത് ചോദ്യം ചെയ്യില്ല. കാരണം ഗുരുവിനുള്ളതെല്ലാം പ്രസ്ഥാനത്തിനുള്ളതാണ്. അങ്ങനെ ധരിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ ഗുരുവിൻ്റെ പേരിലുള്ളത് ജനറൽ സെക്രട്ടറി എഴുതി കൊടുത്തിട്ട് ജനറൽ സെക്രട്ടറി ഗുരുവിൻ്റെ പേരിൽ എഴുതി കൊടുത്താലും അങ്ങനെ ധരിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് അതിൽ അസ്വാഭാവികത കോടതി എന്താണ്? കോടതി പ്രാവശ്യമുള്ള എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ജനറൽ സെക്രട്ടറി എഴുതി കൊടുത്തു. അത് അടുത്ത വർഷം ജനറൽ സെക്രട്ടറി തിരിച്ച് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുരു സ്വീകരിച്ച എന്തിനാണ് ഇന്നിങ്ങനെ ഒരു കാര്യം വരുമ്പോൾ? കാരണം ഒരു കാര്യമില്ല, ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ലെന്ന് പറയുന്നത് പോലെ നമ്മളിതൊന്നും എന്താ പറയുക, ഈ അവകാശം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. അന്ന് കാലത്ത് ഈ ഒരു കേസിലോട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നവർക്കറിയാം. മനസ്സിലായ? അങ്ങനെയുണ്ടെങ്കിൽ 25 വർഷം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരുവിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിലും മറ്റെന്തിനെങ്കിലും നമുക്കൊരു അധികാരമോ അവകാശമോ സ്ഥാപിക്കേണ്ടത് ഇവരൊക്കെ ഇത്രയും പ്രബുദ്ധരായിട്ട് വേരുറപ്പിച്ചിട്ട് വേണം. നമുക്ക് അന്നേ ആകാമല്ലോ. തീർച്ചയായും. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 25 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് 27 വയസ്സാണ്. ഗുരു ശരീരം വിടുമ്പോൾ ഏകദേശം ഇപ്പം 52 വയസ്സ്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സുവർണ കാലഘട്ടമാണത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഈ ജീവിതത്തിൽ നമ്മളൊരു എന്താ പറയുക, വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കിത് കിട്ടിയിട്ട് എന്തെടുക്കാനും? ഗുരു എന്താണ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത്? മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിച്ച് വെക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കർമ്മശേഷിയുള്ളവരായിട്ട് വളർത്തുന്നതിന് വേണ്ടി അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കാനാണ്. ഗുരുവിൻ്റെ ആശയം മനസ്സിലാക്കിയ ആണോ? പിന്നെ ഈ ജന്മഗൃഹം നമ്മൾ അവകാശം സ്ഥാപിച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരിട്ട് അവിടെ പൂജ ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യത്തിന് അത് നമ്മുടെ ഗുരുവിന് ഗുരു എന്താണോ ഇച്ഛിക്കുന്നത് അതെല്ലാം നടത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. മനസ്സിലായോ? അത് പരമ്പര വിശ്വസിച്ചാൽ നഷ്ടം പരമ്പരക്ക് തന്നെയാണ്. മനസ്സിലായോ? വ്യക്തിപരമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ കേസ് തോറ്റാൽ ഗുരു തോക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നൊരു വിജയി. പക്ഷെ ആ കേസ് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കേസ് തോറ്റാലും ജയിച്ചാലും ഒന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ഫൈറ്റ് ചെയ്യാം എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഇല്ലേ? അപ്പം നമ്മളോട് കൂടെ നിൽക്കുന്നവരോട് ഈ എന്താ പറയുക, അതിനാണ് ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു കഥ ഒരു പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ഈ ഇവരെ കൊണ്ട് നടക്കാത്തത് ഇപ്പം ഈ പരമ്പരയിൽ ഇപ്പോഴും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സതീണം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർക്കൊരു വീഴ്ച വരാതെ? വീഴ്ചകളും വരുന്നുണ്ട്, പക്ഷെ അതിനെയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇവർ പുഷ്പാഞ്ജലിയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥനയും ചെയ്യിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ചെയ്യിക്കുമ്പോഴുള്ള ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ ആ നിസ്വാർത്ഥമായി നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഇവരുടെ തെറ്റുകളെ മറച്ചു വെപ്പിക്കും കുറേ നാളത്തിൽ. അതേസമയത്ത് ഇവരുടെ കർമ്മദോഷങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടും ദോഷങ്ങളായിട്ടേ. തീർച്ചയായിട്ടും. അവർ നന്മയെന്നും പറഞ്ഞ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ജന്മഗൃഹത്തിലും പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ട്, ഈ തിരുവനന്തപുരത്ത് ആശ്രമത്തിൽ നോക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആശ്രമത്തിൽ പുഷ്പാഞ്ജലി ചെല്ലുമ്പോൾ ഞാൻ എഴുതിയേക്കുന്ന പുഷ്പാഞ്ജലി അവിടെ ചൊല്ലുമെന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യത്തിലാണ് പുള്ളി പറയുന്നത്. ഇതിലൊരു കള്ളത്തിനോട് ഞാൻ പറയുന്നത്. ചന്ദ്രൂര് ജന്മഗൃഹത്തിൽ പുഷ്പാഞ്ജലി ചെല്ലാറുണ്ട്. എങ്ങനെ പുഷ്പാഞ്ജലി? നമ്മൾ ഈ വൈകുന്നേരം ആകുമ്പോഴുള്ള റെസീപ്റ്റ് എഴുതിയ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്ക് പുഷ്പാഞ്ജലി ഇങ്ങനെ ചെല്ലുന്നു. അവരെ പേര് പറഞ്ഞ് നാള് പറഞ്ഞ് ചെല്ലുന്നത്. ആ സംവിധാനം അവിടെ ഇല്ലെന്ന് മനസ്സിലായേ? പിന്നെ അതുകൂടാതെ എറണാകുളത്ത്
ഇതൊക്കെ നിസ്സാര സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, പക്ഷെ വലിയ കാര്യങ്ങളാണ്. ഒരു അമ്മക്ക് ഒരു ഇത് വന്നു, എന്താണ്, അമ്മയുടെ ഭർത്താവ് മരിക്കുക എന്തോ ചെയ്ത ഒരു ദിവസം 25,000 രൂപ കൊണ്ടേ കൊടുത്തു ആശ്രമത്തിൽ, റെസീറ്റ് സമർപ്പണമായിട്ട്. ഈ റെസീറ്റ് എഴുതിയ ഒരാൾ റെസീറ്റ് എഴുതിയ ആള് തന്നെയാണ് പൂജയ്ക്ക് എന്നിട്ട് ഇത് വായിക്കുന്നത്. പുള്ളി അപ്പൊ എന്തൊക്കെയോ ചോദിച്ചവരോട്, അമ്മയോട് ചോദിച്ചപ്പോ ആളെ ഞാൻ തെളിച്ച് പറയാം. നമ്മുടെ കുമാരൻ എന്ന് പറയാറ് ആളത്തല്ല, കുമാരജി എന്നറിയപ്പെടുന്ന കുമാരൻ ചേട്ടൻ ആണിത് പറഞ്ഞത്. കാരണം ഇദ്ദേഹമാണ് റെസീറ്റ് എഴുതിയത് അമ്മക്ക് വേണ്ടി 25,000 രൂപ. അത് വെട്ടി 2,500 ആക്കിയിട്ടാണ് പുള്ളി പുഷ്പാഞ്ജലി എല്ലാം ചെന്നപ്പോൾ പുള്ളി ഈ പുഷ്പാഞ്ജലി എല്ലാം ഇത് വായിച്ചിട്ട് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം അതിൻ്റെ എല്ലാം ചൊല്ലിയിട്ട് ഈ എമൗണ്ടും കൂടി അവിടെ പറയും. 25,000 എന്ന് പറയാമെന്ന പുള്ളി വിഴുങ്ങിപ്പോയി. 2,500 പുള്ളി അതെല്ലാം അവിടെ വെച്ചിട്ട് പുള്ളിയെ നേരെ അവിടെ ചെന്ന് ചോദിച്ചത്, ഇതാരാണ് ഇതിരുത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ബിജോയ് മാത്യു അങ്ങനെ എന്തോ പറയുന്ന പഴയ പേരുള്ള ഒരുത്തനാണ്. അവന്റെ ചിത്തശുദ്ധൻ എന്ന് അങ്ങനെ എന്തോ പറയുന്ന അവനാണ്, മനസ്സിലായി എനിക്ക്. അത് തന്നെ, ആ ആളാണ് ഈ പരിപാടി കാണിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പുള്ളി ഒരു അഭ്യാസമൊക്കെ കാണിച്ചു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, പുള്ളി പിന്നെ വന്ന് ഇത് ചെല്ലി പൂർത്തിയാക്കി. അപ്പൊ എല്ലാവരും അന്തം വിട്ടു പോയി ഈ സമയത്ത്, കാരണം പുഷ്പാഞ്ജലി എണ്ണ നടക്കുന്നില്ല ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്ത് ഇദ്ദേഹം പിന്നീട് ഇവിടെ വന്നു, അമർദാജിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നാ മാമ എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ ആശ്രമത്തിന് ഒരുപാട് കടവില്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാശ് ഇങ്ങനെ ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ വന്ന കണക്ക് നമ്മൾ കാണിച്ചിട്ടല്ലേ നമ്മൾ കൊടുത്ത കണക്ക് എഴുതുന്നത്, അല്ലാതെ വന്ന കണക്കിൽ കൃത്രിമത്വം കാണിച്ചിട്ടാണ്. അങ്ങനെയാണ് ആ പുള്ളി ഈ ഓരോ അന്വേഷണങ്ങളിൽ പോകുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറിപ്പോയി, അത് പോട്ടെ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരും ഭാഗ്യം. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വന്നിരുന്നു, മറ്റേ വാർത്തക്കപ്പുറം എന്ന ചാനലിൽ ഫിജോ ജോസഫ് ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ട്രാക്ക് മാറി. പുള്ളി പിന്നെ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, കുറെ കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങൾ കൂടിയിട്ട് അവസാനം ഇവർ കൊണ്ട് എത്തിക്കുന്ന ഗുരുവിലാണ്, ആശ്രമം. എന്നിട്ട് അങ്ങനെയുള്ളവരെ പട്ടനായിട്ട് മാറ്റും. മനസ്സിലായ? സ്വാഭാവികമായിട്ട് കണ്ട, ഞങ്ങള് പറഞ്ഞതല്ലേ ശരി, അത് ഞങ്ങൾ ആദ്യം പറഞ്ഞു, പിന്നെ ഇപ്പത്തെ ഗുരുവിനല്ലേ ചീത്ത പറയുന്നു. ഇത് മനസ്സിലാക്കാനുള്ള കഴിവും അതല്ലെങ്കിൽ ഈ പരമ്പരയോട് നിന്ന് ഗുരുവിന്റെ ആശയം എടുക്കാനുള്ള ഭാഗ്യമില്ലാത്തവരാണ് ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോലെയുള്ളവർ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് നമുക്കിത് ഒരിക്കലും വിട്ടു പോകാൻ പറ്റില്ല. മനസ്സിലായി? ഈ ആശയവും ഗുരു എന്താണ്, ഗുരുവിന്റെ സ്നേഹവും ഗുരു പഠിപ്പിച്ചെന്ന ആശയവും മനസ്സിലാക്കിയ ഒരുത്തിന് ഇത് വിട്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് സത്യം. അപ്പം നമുക്ക് തൽക്കാലം ഇത് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതല്ല. തൽക്കാലം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പരമ്പരയിലെ എല്ലാ വിശ്വാസികളും ഒന്ന് കേൾക്കുകയും അതിൻ്റെ നന്മ തിന്മകളെ ഒന്ന് വിലയിരുത്തുകയും ചെയ്യണം. കാരണം നാളെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്താണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, ഗുരു പറഞ്ഞത് എന്താണ്, നടക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങളെ ഒന്ന് വേർതിരിച്ച് ചിന്തിച്ച് ഗുരു പറഞ്ഞ രീതിയിലുള്ള ആശ്രമ സംവിധാനം വരുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഒരു ശ്രമവും ആ ശ്രമത്തിൽ കൂടെ നമ്മുടെ ഗുരു ഇച്ഛിച്ച രീതിയിലുള്ള ആശ്രമ ഭരണ സംവിധാനവും ആശ്രമവും പരമ്പരയാകെ അതിൻ്റെ ഒരു സംതൃപ്തിയോടെ അനുഭവത്തിലെടുത്ത് വരും തലമുറയ്ക്ക് നമുക്കെല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുകയും അതിന് വ്യക്തമായ മറുപടി പറയുന്നതുമാണ്. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കയില്ല, കൊണ്ടുപോയില്ല എന്നുള്ളത് തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു, അവൻമെന്റ് ഇല്ല. പിന്നെ അതായത് 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഈ ഗൃഹസ്ഥാശ്രമിക്കും ഈ പറഞ്ഞവർക്ക് ഒരു ഇഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേരെ തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും
അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിന് നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ട്, മനസ്സിലായില്ലേ? ഇല്ല, എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരു ശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട്, ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം, ഇതിന് മനസ്സിലായില്ല, ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക, അത് സംഘം എന്നർത്ഥം. ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനോട് സന്യാസിമാരുണ്ട് വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങളോട് തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും. ഈ നിയമം പിന്നെ എന്നുവരെ ഈ ആശ്രമം പരമ്പരയെ നിലനിൽക്കും, അന്ത്യം വരെയാണ്, മാറ്റമില്ല. ഞാൻ ഇത് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാം എഴുതി വെച്ച്